الحمد لله الحمد لله الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار تذكرة لأولي القلوب والأبصار وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وأشهد أن سيدنا ومولانا محمدا عبده ورسوله سلم عليه الأحجار والأمدار صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واجب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا وقل ربي ادخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم
സാഫിറു ഫിൽ ലൈലി ഫഇന്നൽ അർള തുത്വാ ബിൽ ലൈലി മാ ലാ യുത്വാ ബിൻ നഹാർ. സദഖ റസൂലുഹു നബിയുൽ മുസ്തഫൽ അമീൻ അലൈഹി വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി അഫ്ളലുസ് സ്വലവാതി വഅസ്ക തസ്ലീം. സല്ലല്ലാഹു അലൻ നബി വസല്ലമ أدعبن كما أبدى الرشاد وعلما عداد كل مكونات كلما حج التي قام زمزما وحتيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من ذي العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. സമാദരണീയനും ബഹുമാന്യനുമായ ബഹുമാന്യനായ ബാവാട് ഉസ്താദ്, ബഹുമാന്യനായ അബ്ദുൽ ജലീൽ ബാഖവി, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ മഹലിന്റെ മുദരിസ്, ഇതിന്റെ മഹല്ല് ഭാരവാഹികൾ, ഈ പുണ്യമായ സദസ്സിന്റെ സംഘാടനത്തിന് വേണ്ടി അശ്രാന്ത അതിതീവ്ര പരിശ്രമം നടത്തിയ ഇതിന്റെ സംഘാടകർ, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്ക് എന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. പരമകാരുണികനും പരമദയാലുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ബഹുമാനരായ നമ്മുടെ ഉസ്താദന്മാർ, പ്രത്യേകിച്ച് ഈ നാടിന്റെ ഏറ്റവും വലിയ ആത്മീയതയുടെ സാന്നിധ്യമായിരുന്ന, ആരെയും കൊതിപ്പിക്കുന്ന അവസാനവുമായി കടന്നുപോയ ബഹുമാനനായ മർഹൂം പാറന്നൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതിമനോഹരമായി ജീവിക്കുകയും അതിനേക്കാൾ മനോഹരമായി വിട പറയുകയും അതിനേക്കാൾ മനോഹരമായി ഇപ്പോഴും മരണമടഞ്ഞ് മാനവ മനസ്സുകളിൽ മായാതെ ജീവിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മീയതയുടെ വഴികാട്ടി ബഹുമാനനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അല്ലാഹു മർക്കത്ത്, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഖുർആനിലെ രാത്രി എന്ന ഒരു വിഷയമാണ് നാം ഇന്നിവിടെ സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ മൂല്യവത്തായ ഒരു വിഷയമാണ് രാത്രി എന്നുള്ളത്. അതൊരു വിഷയമായി തന്നെ പറയാനുള്ള
നമുക്കെല്ലാവർക്കും ഇന്നു മുതൽ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് ഇന്ന് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ ആദ്യമായി നമുക്ക് മാറേണ്ടത് നമ്മുടെ അലസതയാണ്. സലാം പറഞ്ഞാൽ പോലും അത് ഉറക്കം മടക്കാൻ കഴിയാത്ത അലസത നമ്മയൊക്കെ ബാധിച്ചിരിക്കുന്നു എന്നത് നമ്മുടെ ദീനിന് വന്ന വലിയൊരു ഗുരുതരമായ അവസ്ഥയായി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരാൾ സലാം പറഞ്ഞാൽ അത് മടക്കണം, ഉറക്കം മടക്കണം. ചിലപ്പോൾ മനസ്സിൽ മടക്കിയിട്ടുണ്ടാവും, അങ്ങനെ മനസ്സിൽ പറയാനുള്ളതല്ല അത്. രണ്ടാമത് ഇബാദത്തിന്റെ കാര്യത്തിൽ, ഇസ്ലാമികപരമായ ചിട്ടവട്ടങ്ങളുടെ കാര്യത്തിൽ നമുക്കുള്ള അലസത. ഈ അലസത നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കിയേ മതിയാവും. പള്ളിയിൽ നമസ്കാരത്തിന് ശേഷം ഇമാമ് ദുആ ചെയ്താലും ഒരാമയും പറയുമ്പോൾ പോലും രണ്ട് കൈയും എങ്ങനെയെങ്കിലും ഒക്കെ തൂക്കിയിട്ട് എവിടേക്കെങ്കിലും ഒക്കെ നോക്കി ആ സമയത്ത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണ് ചോദിക്കുന്നത് എന്ന ബോധത്തോടെ അള്ളാഹുവിന്റെ ഖജനാവിനെ നോക്കി ഉടമയോട് അടിമ ചോദിക്കുന്ന ഭാവത്തോടെ ഒരു ആമയും പറയാൻ നമുക്ക് കഴിയുന്നില്ല എന്ന ഒരു അലസത നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ നല്ല ഗണ്യമായ ഒരു അലസത നമുക്ക് ബാധിച്ചിട്ടുണ്ട്. ഈ അലസതയിൽ നിന്ന് മുക്തരാവലാണ് യഥാർത്ഥത്തിൽ ഖുർആനിലെ രാത്രി എന്ന വിഷയം തന്നെ. നമ്മെ എല്ലാവരെയും ബാധിച്ച ഈ അലസത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന കാര്യം നിങ്ങളെല്ലാവരും മറന്നു പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും ആ കേൾക്കുന്ന കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ടും ആമീൻ അലസത. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇനി ആമീൻ പറയും, ആ ആമീനും അലസത. ഇത് നമ്മളിത് എവിടെ നിന്നാ വാങ്ങിക്കുക? യഥാർത്ഥത്തിൽ ഒരു ഫുട്ബോൾ മൈതാനത്തിലാണെങ്കിൽ ആ സമയത്ത് കൈയടിക്കുന്ന ഒരു ആരവം കേട്ടാൽ ഇവൻ പിന്നെ അർഷിന്റെ താഴെ പോയാലും ഇത്രയും വലിയ സന്തോഷം ഉണ്ടാവില്ല. ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ ഗോൾമുഖത്ത് ഗോളടിക്കാൻ വേണ്ടി ഫോർവേഡ് വരുമ്പോ ആ സമയത്ത് ഗ്യാലറിയുടെ വെളിയിലിരിക്കുന്നവന്റെ ഒരു ആവേശം, ആ ആവേശം കാൽപന്ത് കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈറ്റില്യമായി നാടുകളിൽ ഞാൻ പറയേണ്ടതില്ല. ആ ഒരു ആവേശം യഥാർത്ഥത്തിൽ ആത്മീയതയുടെ ഭാഗത്തിൽ ഒരു സലാത്ത് കൊല്ലാൻ പറഞ്ഞാൽ ആർക്കോ വേണ്ടിയോ ആമീൻ പറയുന്നത് കേട്ടാൽ ഈ പറയുന്നവന് അല്ലാഹുവേ നീ എനിക്കൊന്നും തരരുതേ എന്ന് ചോദിച്ചിട്ടാണ് അവൻ ആമീൻ പറയുന്നത്. കുറെ നാളുകൾ യാത്ര ചെയ്ത്, കുറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത്, കുറെ അകലയിൽ നിന്ന് രാത്രിയിൽ 2-3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുമ്പോ ആ മണിക്കൂറുകളിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളും ആമീനുമാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സിൽ ഏറ്റവും വലിയ ദുആയുടെ ഇജാബത്തിന്റെ കാരണം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ഞാൻ മിനിങ്ങാന്ന് അണ്ടിക്കോട് വഅദ് പറയുമ്പോ ഒരു മാതാപിതാക്കൾ വന്ന് വളരെ സങ്കടത്തോടെ പറഞ്ഞത്, കുഞ്ഞൊരു കോയിൻ വിഴുങ്ങി, ഹോസ്പിറ്റലിൽ മുഴുവനും കയറി ഇറങ്ങി, ഏത് മരുന്ന് കൊടുത്തിട്ടും ആ കോയിൻ വെളിയിലോട്ട് വരുന്നില്ല. ഇനി വന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം, ഇന്ന് അവിടെ വെച്ച് ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞ അണ്ടിക്കോട് ഹിഫ്ദുൽ ഖുർആനിൽ വെച്ച് മിനിങ്ങാന്ന് സലാത്ത് ചൊല്ലി ദുആ ചെയ്തു. ഇന്നിപ്പോ വന്നപ്പോ ആ സഹോദരിമാർ എഴുതി തന്നത് ആ കോയിൻ താനെ വെളിയിലേക്ക് വന്നു, ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയുന്നു. എന്തുകൊണ്ട്? അത് അഹ്മദ് കബീർ വാക്കവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആയതുകൊണ്ടല്ല. ആ സദസ്സും അവിടുത്തെ സലാത്തും അവിടെ ഇരിക്കുന്നവരും ചില്ലറക്കാരല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഈ സദസ്സിൽ ബഹുമാനനായ വാവാട് ഉസ്താദ് ഒരു തസ്ബീഹും കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ആ തസ്ബീഹിന്റെ മണികൾക്കും ഇവിടുത്തെ ആമീനുമാണ് നാളെ ലോകത്തിൽ ഒരു പ്രപഞ്ചത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എന്ന് ഏത് നിരാശയിലോട്ട് കടന്നു പോയാലും ഒരു കോയിൽ വിഴുങ്ങിയിട്ട് സർവ്വ മരുന്ന് കൊടുത്തിട്ടും വെളിയിലോട്ട് വന്നില്ലെങ്കിൽ 3 സ്വലാത്ത് കൊണ്ടും ഒരു ആമീൻ കൊണ്ടും അതിന് കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പറയാനാണ് ഖുർആനിലെ രാത്രി എന്ന പ്രധാനപ്പെട്ട ഒരു ശീർഷകം ഇവിടെ പറയുന്നത് തന്നെ. നടക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സാധിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയം രാത്രിയാണ്. യഥാർത്ഥത്തിൽ പകലിനേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചർച്ച ചെയ്യുന്നത് രാത്രിയെ കുറിച്ചാണ്. ആ രാത്രിയാണെങ്കിലോ മനുഷ്യൻ മുഴുവനും അലസതയുടെ ഭാവത്തോടെ കിടന്നുറങ്ങുന്ന രാത്രി, ഒരു പുരുഷായുസിന്റെ അർദ്ധപകുതി മുഴുവനും അപകരിച്ചു കൊണ്ടുപോകുന്ന രാത്രി, 60 വയസ്സ് വരെ ജീവിച്ചിരുന്ന മനുഷ്യൻ ഏതാണ്ട് 15 വർഷവും അവൻ ഉറക്കത്തിലായി രാത്രി അവന്റെ ആയുസ് അപകരിച്ചു കൊണ്ടുപോകുമ്പോ, എന്നാൽ രാത്രി എന്ന് പറയുന്ന അലസതയുടെ ഭാവത്തോടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തോടോ പെണ്ണിന്റെ ചൂടിനോട് ചേർന്നുറങ്ങുന്ന രാത്രി, ആ രാത്രി വെറുതെ അങ്ങനെ ആലസ്യ
ആവേശത്തോടെ കൊണ്ടുപോകാൻ കഴിയുന്നതല്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മുഴുവനും നടന്നത് രാത്രിയിലാണ്. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ആമുഖങ്ങളൊന്നുമില്ലാതെ പറഞ്ഞു വിടുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇരിക്കുന്ന സദസ്സിനെ കുറിച്ച് ബോധമുണ്ടാവണം. ഇത് വഅദ് പറയാൻ വേണ്ടി മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞത് ഒരൊറ്റപ്പെട്ട അനുഭവമല്ല. ആ സഹോദരി സദസ്സിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. മിനിങ്ങാണ് അണ്ടിക്കോട് ഞാൻ വഅദ് പറയുമ്പോ ഒരു സഹോദരി എന്റെ കയ്യിൽ തന്നെ എടുത്ത് 35 വർഷമായി ഇതേവരെ ഏത് രോഗമാണ് എന്ന് നിർണയിക്കാൻ പോലും കഴിയാത്ത രോഗത്തിന് അടിമയാണവർ. എല്ലാ മരുന്നുകളും 35 വർഷം 3 ദശാബ്ദകാലമായി 3.5 ദശാബ്ദകാലമായി ആശുപത്രിയിലെ വിവിധ ഡോക്ടർമാർ മുഴുവനും പരിശോധിച്ചിട്ട് ഒരു വ്യക്തമായ രോഗനിർണയം പോലും നടത്താൻ കഴിയാത്ത രോഗം. അങ്ങനെ ജബലന്നൂരിൽ ഞാൻ പ്രസംഗിക്കാൻ പേരാമ്പ്രയിൽ വരുമ്പോഴാണ് 6666 നേർച്ചയാക്കണമെന്ന സ്ത്രീ കേൾക്കുന്നത്. അണ്ടിക്കോട് എന്നോട് വന്ന് പറഞ്ഞ് എഴുതി തന്നത് ഉസ്താദേ, ആ നേർച്ചയാക്കിയതിന്റെ പിറ്റേ ദിവസം എന്റെ ശരീരത്തിന്റെ രോഗം മാറി ഞാൻ 2 വീട്ടുജോലി ചെയ്യാൻ തുടങ്ങിയെന്നാണ്. 35 വർഷം 3.5 ദശാബ്ദകാലം ഒരു ഡോക്ടറുടെ കയ്യിൽ കെട്ടിയിട്ട് മോചിപ്പിക്കാൻ കഴിയാത്തത് ഒരു സലാത്ത് കൊണ്ട് ഒരു ആമീൻ കൊണ്ട് കഴിയുമെങ്കിൽ ഇരിക്കുന്ന സദസ്സിന്റെ വലിപ്പം ഏതെന്ന് ബോധമുണ്ടാകുമ്പോഴാണ് ഏതാണ് പ്രധാനപ്പെട്ട സമയം. ചില സമയങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത, അറഫാ ദിവസത്തിന്റെ പ്രത്യേകത. ജുമഅക്ക് ഖതീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പുള്ള സമയം, ആ സമയത്ത് നിങ്ങൾ ചോദിച്ചു കൊള്ളുക, ഞാൻ തരാം. നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, ഇങ്ങനെ ചില സമയങ്ങളെ ചില പ്രവാചകന്മാർക്ക് ചില പ്രവാചകന്മാരെക്കാളേറെ ഞാൻ ശ്രദ്ധ കൊടുത്തതുപോലെ, ചില ദിവസങ്ങളെക്കാൾ ശ്രദ്ധ കൊടുത്തതുപോലെ, ചില മാസങ്ങളെക്കാൾ ശ്രദ്ധ കൊടുത്തതുപോലെ, ചില സമയങ്ങൾക്ക് ഞാൻ ചില സമയങ്ങളെക്കാൾ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ ശ്രദ്ധതയുള്ള ഒരു സമയമാണ് രാത്രി. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതാണ്ട് ശതാബ്ദ കാലങ്ങളായി ഇന്ത്യ രാജ്യത്തിന്റെ വൈദേശിക ആധിപത്യത്തിന്റെ കീഴിൽ വീർപ്പുമുട്ടിയ യൂറോപ്പ് ബ്രിട്ടനിനെ ഈ ലോകത്ത് നിന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആട്ടിയോടിച്ച് ആദ്യമായി ഇന്ത്യയുടെ ഹരിത പതാക, യൂണിയൻ ജാക്ക് പതാക താഴെയിറക്കി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രിവർണ്ണ പതാക പാർലമെന്റ് മന്ദിരത്തിന് മുകളിൽ ഉയർന്നത് ഒരു അർദ്ധരാത്രിയിലായിരുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയമടക്കം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നത് പാതിരാത്രിയിലാണ്. മഗ്ന കാർട്ട എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഉടമ്പടി അത് ഒപ്പുവെക്കപ്പെട്ടത് പാതിരാത്രിയിലാണ് എന്ന് ഭൗതികമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോ, യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന, അവൻ ഏറ്റവും കൊതിക്കുന്ന, അവന്റെ ഒരു ആയുസ്സിൽ കിട്ടിയാൽ അവൻ സ്വർഗത്തിന്റെ വാതിലേക്ക് ഹിസാബില്ലാതെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ അവനെ പ്രാപ്തനാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട അനുഗ്രഹം അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നൽകിയിരിക്കുന്നത് രാത്രിയിലാണ്. അള്ളാഹു പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ അതീവ പ്രധാനമായ ആകാശലോകത്ത് നിന്ന് അത്യുന്നതയുടെ ആത്മീയതയുടെ കവാടങ്ങൾ തുറന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ കോടാനുകോടി മലക്കുകൾ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അനുഗ്രഹമായി ഇറങ്ങി വരുന്ന 1000 മാസം മുഴുവനും ഒരേ സമയത്ത് ഇബാദത്ത് നിശ്ചയിച്ചതിന്റെ പ്രതിഫലം കിട്ടുന്ന അല്ലാഹുവേ, ആയുസ്സിലൊരിക്കലെങ്കിലും ആ ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് നൽകണേ എന്ന ദുആയോടുകൂടി 30 ദിവസം വരാനുട്ടാനത്തോടെ പട്ടിണിയിരുന്ന് പാതിരാ സമയത്ത് ഉറക്കമിളക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതകരമായ സമയം അത് രാത്രിയിലാണ്. ആ സമയമാണ് ലൈലത്തുൽ ഖദർ. അതും രാത്രിയാണെന്ന് വിശുദ്ധ ഖുർആൻ. എന്ന് മാത്രമല്ല, ഖുർആനിലെ രാത്രി പറയുമ്പോ എത്ര വാചാലമായിട്ടാണ് ഖുർആൻ രാത്രിയെ കുറിച്ച് പറയുക. ആദരവാ
മാനവരായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുത സംഭവം നടന്നതും പാതിരാത്രിയിലല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു പറയാണ്, ഉമ്മു ഹാനി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു കൊച്ചുകുടിലിൽ കിടന്നിറങ്ങുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിട പറഞ്ഞ്, പ്രിയപ്പെട്ട മൂത്താപ്പയും വിട പറഞ്ഞ് 1000 വ്യസനങ്ങളോടെ ദുഃഖത്തോടെ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ദുഃഖഭാരവുമായി കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ പ്രവാചകനെ പാതിരാ സമയത്ത് അതിശരീക ഗമനവാഹനമായ ബുറാഖ് കൊടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യത്തിലൂടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ നിന്ന് പിന്നെ സപ്തവാനങ്ങളും താണ്ടി കടന്ന് 1-ാം ആകാശവും 2-ാം ആകാശവും 3-ാം ആകാശവും താണ്ടി കടന്ന് 7-ാം ആകാശവും താണ്ടി കടന്ന് ആലമുൽ ജബറൂത്തും ആലമുൽ മലക്കൂത്തും താണ്ടി ആലമിൽ മലക്കൂത്തി വസറായിറൻ നാസൂത്തി വൽ ജബറൂത്തി ഐനം മുദർരിസ മസ്ജിദിൽ ലാഹൂത്തി കമ്മിൽ ലദുന്നി ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എത്രയോ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ കൂട്ടം പിന്നീട് ലോകത്തിന് സമ്മാനിച്ച സ്വർഗവും നരകവും കണ്ട് ഏകനായ അല്ലാഹുവിന്റെ സമക്ഷത്തിലെത്തി 5 വഖത്ത് നമസ്കാരവുമായി ഈ ദുനിയാവിലേക്ക് ഒരു രാവിന്റെ അല്പസമയം കൊണ്ട് പ്രയാണം ചെയ്ത ഇസ്രാ മിഅ്റാജ് നടന്നത് അബൂജഹലിന്റെ മുമ്പിൽ പട്ടാപ്പകൽ വെളിച്ചത്തിലല്ല, അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുറാഖുമായി പട്ടാപ്പകൽ കൊണ്ടുപോയില്ല. പാതിരാ സമയത്ത് എല്ലാ മനുഷ്യരും ഉറങ്ങിക്കിടക്കുമ്പോ, ആ സമയത്ത് മക്കാതകരം ഉറങ്ങിക്കിടക്കുമ്പോ അബൂജഹലിന്റെ കൺമുമ്പിലൂടെ കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടല്ല, പാതിരാ സമയത്ത് ഒരു രാത്രിയിലാണ് സഹോദരങ്ങളെ ഇസ്രാ മിഅ്റാജ് നടന്നത്. രാത്രി ഏറ്റവും വലിയ ചരിത്രത്തിന്റെ പാഠമാണ്, രാത്രി ചരിത്രത്തിന്റെ ഏറ്റവും വലിയ അവദാനമാണ് എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് രാത്രിയുടെ അവസാനയാമത്ത് ജബൽ നൂർ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ധ്യാനനിമഗ്നനായിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിലേക്ക് വിശുദ്ധമായ ലോകത്തിൽ നിന്ന് വിശുദ്ധനായ മാലാഖ, വിശുദ്ധനായ പ്രവാചകന് വിശുദ്ധ പർവ്വതത്തിലേക്ക് വിശുദ്ധ വാക്യം അവതരിപ്പിക്കുമ്പോ അതൊരു വിശുദ്ധമായ രാത്രിയിലായിരുന്നു. ഇഖ്റഇന്ന നാദം ഇറങ്ങിയതും അതും ഒരു രാത്രിയിലായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, രാത്രി എന്നത് പ്രധാനമാണ്. അല്ലാഹു പോലും തെരഞ്ഞെടുത്ത ലോക ചരിത്രത്തിന് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം അത് രാത്രിയാണ്. രാത്രി ഉറങ്ങാനുള്ളതല്ല, രാത്രി ആലസ്യത്തിന്റെ ഇടല്ല, രാത്രി ആർഭാടത്തിന്റെ ഇടല്ല. ഇരുളിന്റെ മറപറ്റി എല്ലാ ഗൂഢാലോചനകളും നടക്കുമ്പോ എല്ലാ തെറ്റും തിരിയുന്നത് രാത്രിയിലാണ്. ഏത് വ്യഭിചാരം നടക്കുന്നതും രാത്രിയിലാണ്. ഏത് അനാചാരവും അനാശാസ്യവും നടക്കുന്നത് രാത്രിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള്, രാത്രിയുടെ പ്രത്യേകത അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ആ രാത്രിയിലാണ് നീ റബ്ബുമായിട്ട് അടുക്കേണ്ടത്. രാത്രിയിലാണ് അല്ലാഹുവിന്റെയും എന്താ രാത്രിയുടെ പ്രത്യേകത എന്നറിയോ? ആ രാത്രിയുടെ പ്രത്യേകത അടിമയും ഉടമയും തമ്മിലും മറയില്ലാത്ത സമയം. ആ സമയമാണ് രാത്രി. അടിമയും ഉടമയും തമ്മിൽ മറയില്ല. അടിമക്കെന്തും ചോദിക്കാം, ഉടമയെന്തും തരുന്ന സമയമാണ് രാത്രി. അതുകൊണ്ട് രാത്രിയിലാണ് ഉറക്കെഴുന്നേൽക്കേണ്ടത്, രാത്രിയിലാണ് എഴുന്നേൽക്കേണ്ടത്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദഊന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. രാത്രി ഇങ്ങനെ കിടന്നുറങ്ങാനുള്ളതല്ല, രാത്രിക്ക് ഒരു പ്രത്യേകതയില്ല. രാത്രിയുടെ പ്രത്യേകത ഏത് വലിയ അത്ഭുതവും നടന്ന രാത്രിയിലാണ്. ഏത് അത്ഭുതവും നടന്നിട്ടുള്ളത് രാത്രിയിലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ചിന്ത രാത്രി ഉറങ്ങാനുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക, പകലിലെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുമായിട്ട് അടുക്കാനേ പറ്റും.
പകലിലെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുമായിട്ട് അടുക്കാൻ വലിയ പ്രയാസമാണ്. കാരണം വഹർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറുമ്പോഴായിരിക്കും 4 റക്അത്താകുന്നതിന് കൂടെയുള്ളതെന്ന് തോന്നുന്നു, പെട്ടെന്ന് പോകണ്ടേ, ബസ് വരാറായി, അവിടെ പോകണം, ഇവിടെ പോകണം. ഇനി മഗ്രിബ് നിസ്കരിക്കാൻ വന്നാൽ ആ സമയത്താണ് കടയിൽ ആള് വരിക. എത്രയും ഇവിടെ സുന്നത്ത് പോലും ഉണ്ടാവില്ല, അതിൻ്റെ ഇടയിൽ നിസ്കരിച്ചിട്ട് ഓടിയിട്ടുണ്ടാവും. ഒരു ദിക്ർ പറയാനുള്ള സമയം സാവകാശം പോലും ഉണ്ടാവില്ല. പകല് വഹർ നിസ്കരിക്കുമ്പോഴാകും സ്റ്റൗവിന്റെ മുകളിൽ പാത്രം ഉണ്ടാവുക, അതിപ്പോ പാല് തുളുമ്പും, നീ ചത്തുപോകും. ഇങ്ങനെയൊക്കെ പലവിധ വേവലാതിയും ബേജാറും ഒക്കെയുള്ള ഇബാദത്താണ് പകലിലെ ഇബാദത്ത്. പകലിലെ ഇബാദത്ത് വല്ലാത്ത പേടിയുള്ള ഇബാദത്ത്, വല്ലാത്ത ബേജാറുള്ള. എല്ലാവർക്കും നിങ്ങൾ എല്ലാവർക്കും, കച്ചവടക്കാരനും സാധാരണക്കാരനും തൊഴിലാളിക്കും, തൊഴിലാളിയാണെങ്കിലും ആകെ ഇത്തിരി സമയമുള്ളൂ, ഇപ്പൊ ചെന്നില്ല മുതലാളി വഴക്ക് പറയും. മൂല്യാർക്കാണെങ്കിലും ഇത് തീർന്നിട്ട് വേണം, റാത്തീബിനെ കറക്റ്റ് എത്തിയില്ലെങ്കിൽ അവരും വഴക്ക് പറയും. എല്ലാവർക്കും ഒരേപോലെ തിരക്കുള്ള സമയമാണ് പകല്. പള്ളിയിലെ ഖത്തീബിനാണെങ്കിലും വഹറിന് താമസിക്കാൻ നിക്കാഹ് താമസിക്കാം. അപ്പൊ കൂടുതൽ നേരം ഇരിക്കാൻ, അപ്പൊ അതുകൊണ്ട് അന്നത്തെ ദിക്ർ ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോ ഔറാദ് പിന്നെ ചെല്ലാം, അല്ലെ ദിക്ർ ഒഴിവാക്കിയിട്ട് അപ്പൊ ഓടും. യഥാർത്ഥത്തിൽ പകലിലെ ഇബാദത്ത് തിരക്കിന്റെയും അസ്വസ്ഥതകളുടെയുമാണ്. അള്ളാഹുമായിട്ട് അടുക്കണമെങ്കിൽ അത് രാത്രിയിലെ ഇബാദത്ത് കൊണ്ട് പറ്റും. രാത്രിയിലെ ഇബാദത്ത് പാതിരാ സമയം. ഇൻഷാ അല്ലാഹ് അതാ ഞാൻ രാത്രിയിൽ എന്തൊക്കെ ചെയ്യണം, നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു വിഷയമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയം ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാന്ന് വിചാരിച്ചത്. നമ്മൾ ചിന്തിക്കുക ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞു, പിന്നെ കിടന്നുറങ്ങുക, പിന്നെ സുബഹിക്ക് വാങ്ങി വിളിച്ചാൽ തന്നെ നമ്മൾ അറിയില്ല. രാത്രി ഫുള്ള് ഉറങ്ങാനുള്ളതാണ് എന്നാണ് നമ്മുടെ ധാരണ. യഥാർത്ഥത്തിൽ രാത്രി ഉറങ്ങാനുള്ളതല്ല. രാത്രി ഉറങ്ങിയാൽ പകലിൽ ഉറങ്ങിയാൽ ഒരാൾ എല്ലാ ദിവസവും പകലിൽ കിടന്നുറങ്ങിയാൽ അവൻ ആരാവും? അവൻ പരമദരിദ്രനാവും. കാരണം അവൻ ജോലിക്ക് പോകാൻ കഴിയില്ല, അവന് സമ്പാദിക്കാൻ കഴിയില്ല. ഒരാൾ പകല് മുഴുവൻ കിടന്നുറങ്ങിയാൽ അവൻ പരമദരിദ്രനാവും. ഇതാണ് നമ്മുടെ ചിന്ത. പക്ഷെ മഹാന്മാര് പറഞ്ഞത് രാത്രിയിൽ കിടന്നുറങ്ങിയാൽ നീ പരമദരിദ്രനാവും. രാത്രിയിൽ കിടന്നുറങ്ങിയാൽ പരമദരിദ്രനായി മാറും. എന്തുകൊണ്ട്? എവിടെ ദരിദ്രനാവും? ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ. ഈ ആമീന് സലാത്തും പറയും. ഞാൻ വാ നിർത്തിയിട്ടില്ല, എനിക്ക് ഒരു നിർബന്ധമില്ല വാ പറയണം. ഞാൻ നിങ്ങളോട് കാശ് ചോദിച്ചില്ല, സ്വർണം ചോദിച്ചില്ല, അതൊക്കെ അവസാനമല്ലേ ചോദിക്കൂ. നിങ്ങളോട് ആകെ സലാത്ത് ഇത് ചെല്ലാൻ വരട്ടെ, അത് പറ്റില്ലാത്തവർ തന്നെ എഴുന്നേറ്റ് പോക്കോളി, ഒരു പ്രശ്നവും ഇല്ല. അതെന്ത് വാദമൊക്കെ ഒരു ചടങ്ങിന് വേണ്ടി അങ്ങനെയല്ലേ ഉസ്താദ്? വാവാട് ഉസ്താദ്, ഞാൻ ഉസ്താദും കൂടെ ഇരിക്കുന്ന സദസ്സിലാണ് പറയുന്നത്. നമ്മളൊരു ദീനിന്റെ സദസ്സിൽ വരുമ്പോൾ അതിൻ്റെതായ ചില അതബുകൾ നമുക്കുണ്ടാവും. നമുക്ക് ആർക്കും അതബുകളില്ല. വെള്ളിയാഴ്ച ഖത്തീബ് ഖുത്ബ ഓതുമ്പോഴും നമ്മൾ ഹൗദിന്റെ കരയിൽ നിന്നിട്ട് ഈ സയ്യിദ് ബുഖാരി കാജാബിടി പോച്ചുകൊണ്ട് നിൽക്കും. നമുക്കിപ്പോഴും അദബ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ഉമ്മത്തിന് നന്നായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അള്ളാഹു ആ ചിന്ത അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദബ് ഉസ്താദന്മാരോടില്ല, ആലിമയങ്ങളോടില്ല, സയ്യിദന്മാരോടില്ല, ഭർത്താവിനോട് അദബില്ല, മക്കൾക്ക് വാപ്പയോട് അദബില്ല, ഭാര്യക്ക് ഭർത്താവിനോട് അദബില്ല. ഭാര്യക്ക് ഭർത്താവിനോട് അദബുണ്ടാവണം, മക്കൾക്ക് വാപ്പയോട് അദബുണ്ടാവണം. അദബ് എന്ന് പറയുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു. ഭാര്യക്ക് ഭർത്താവിനോട് അദബില്ല. പണ്ട് കാലത്ത് ഭാര്യയോട് ഭർത്താവിന്റെ പേര് ചോദിച്ചാൽ പറയില്ല, പിള്ളേരുടെ വാപ്പാന്നേ പറയൂ, കാരണം ഒരു അദബാണ്. ഇപ്പൊ പേര് ചൊല്ലിയിട്ടാണ് ഭാര്യ ഭർത്താവിനെ വിളിക്കുക. അദബേ ഇല്ല, അദബ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. പണ്ട് ഭാര്യയോട് ഭർത്താവിന്റെ പേര് ചോദിച്ചാൽ, നമ്മുടെ വയസ്സായ ഉമ്മമാരോട് ഭർത്താവിന്റെ പേര് ചോദിച്ചോക്ക് പറയില്ല. പറയില്ല. പിള്ളേരുടെ വാപ്പ, കൊച്ചുങ്ങളുടെ വാപ്പാണ്, കുട്ടികളുടെ വാപ്പാന്നൊക്കെ പറയും. എന്തുകൊണ്ട്? ഒരു നാട്ടിൽ കമ്മിറ്റിക്കാര് പിരിവിന് വന്നു, ഉമ്മ മാത്രമേ ഉള്ളൂ. ഉമ്മയോട് പൈസയൊക്കെ ചോദിച്ചിട്ട് റെസിപ്റ്റ് എഴുതാൻ വേണ്ടി ചോദിച്ചു, വാപ്പ ഭർത്താവിന്റെ പേരെന്ന്. ഇവരെന്ത് ചെയ്താ പറയില്ല. കാരണം ഭർത്താവിന്റെ പേര് പറയൽ അദബികേടാണെന്ന് കരുതിയ ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു. അവര് പേര് പറയില്ല. അവസാന കമ്മിറ്റിക്കാർക്ക് രസീത് എഴുതണം. അവര് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഭർത്താവിന്റെ പേര് 250 ഒരു മമ്മദും എന്ന് പറഞ്ഞു. ഭർത്താവിന്റെ പേര് 250 ഒരു മമ്മദും. ഭർത്താവിന്റെ പേര് 100 മുഹമ്മദ്. 250 ആയപ്പോ 100 അപ്പൊ അങ്ങനെ പറഞ്ഞ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഇതിന് അദബ് ഉണ്ടായിരുന്നു. ഈ അദബ് പോയി.
അതപില്ലാത്തിടത്തോളം കാലം ലോകത്തൊരാളും ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. ഞാൻ ഓതുമ്പോ എന്റെ കൂടെ ഒരു കുട്ടി ഓതിയിരുന്നു ദറസിൽ. മന്ദബുദ്ധിയാണ് അവൻ. കിതാബും തിരിയില്ല, ഖുർആൻ ഓതാനും അവൻ അറിയില്ല, ഒന്നും അവൻ അറിയില്ല. അവസാനം ഞങ്ങൾ ഫാരികാകുമ്പോഴും പിന്നെ അവനെ 3-4 പ്രാവശ്യം തോറ്റോണ്ട് ഉസ്താദ് പറഞ്ഞു നീ പോവാൻ പറഞ്ഞു. ഒരു ശൈവം അവൻ അറിയില്ല. ഞങ്ങൾ അവനെ കളിയാക്കൂല, നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോയി വല്ല നാരങ്ങ കച്ചവടം നടത്താൻ പറ്റും. ഇന്ന് അവൻ 82 കുട്ടികളുള്ള മുത്തലിമീങ്ങളുള്ള ദറസിലെ മുദരിസ. ബാക്കവിയാണ് 82 കുട്ടികളുള്ള ദറസിലെ മുദരിസാണ്. കാരണം ഇതൊന്നും ഇല്ലെങ്കിലും ഉസ്താദിന്റെ കാല് ഞെക്കാനും വെള്ളം ചൂടാക്കി കൊടുക്കാനും ഉസ്താദിന്റെ തുണി അലക്കാനും ഇവൻ ഖിദ്മത്തിന്റെ കാര്യത്തിൽ ഇവൻ ഭയങ്കര മുമ്പന്തിയില്ല. അള്ളാഹുവിനെ എത്തിച്ചു. ഒന്നും തിരിയാത്ത മനുഷ്യൻ ആ ഖിദ്മത്ത് കൊണ്ട് അള്ളാഹുവിനെ എത്തിച്ചു. അതുകൊണ്ട് അദബ് കൊണ്ട് എവിടെയെങ്കിലും എത്തും. നമ്മൾ ഒന്നും അല്ല, അദബ് ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ സലാത്തും ആമീനും ദുആ ഉണ്ടാവണം, ഇല്ലെങ്കിൽ വാദം ഉണ്ടാവൂല. ഞാൻ നിർത്തും, ഉറപ്പാ. എനിക്ക് സദസ് ഇഷ്ടപ്പെട്ടില്ല, വാദം നിർത്തും. സദസ് ഇഷ്ടപ്പെട്ട ഞാൻ എത്ര വേണേലും പറഞ്ഞു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകം മുഴുവനെ മടക്കി ഭരിച്ച വലി സുലൈമാൻ കാറ്റിനെ പോലും വാഹനമാക്കി മാറ്റിക്കൊടുത്ത് ലോകം മുഴുവനെ മടക്കി ഭരിച്ച ലോകം മുഴുവനെ മടക്കി ഭരിച്ച ചക്രവർത്തിയാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ആ സുലൈമാൻ നബി ലോകം മുഴുവനെ മടക്കി ഭരിക്കുന്ന തന്റെ രാജഭരണത്തിന്റെ തിരക്കിൽ നടക്കുമ്പോ ജിന്നുകളും പക്ഷികളും പോലും സുലൈമാൻ നബിയോട് വർത്തമാനം പറയുമ്പോ പകല് മുഴുവനും ഏറ്റവും തിരക്കുണ്ടായിരുന്ന ലോകം മുഴുവനെ മടക്കി ഭരിച്ച ചക്രവർത്തിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ലോകം മുഴുവനെ മടക്കി ഭരിച്ച ചക്രവർത്തി തന്റെ രാജഭരണത്തിന്റെ തിരക്കും കഴിഞ്ഞ് പാതിരാ സമയത്ത് വീട്ടിലേക്ക് വരുമ്പോ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾ കാരണത്താൽ പരിക്ഷീണനായി വീട്ടിലേക്ക് വരുമ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയോട് പറയുമായിരുന്നു, പത്ര സുലൈമാനെ, ഓ പൊന്നുമോനെ സുലൈമാനെ. സുലൈമാൻ നബി പാതിരാ സമയത്ത് വീട്ടിലേക്ക് വന്നുറങ്ങാൻ പോകുമ്പോ സുലൈമാൻ നബിയുടെ ഉമ്മ പറയുമായിരുന്നു, പത്രേ പൊന്നുമോനെ സുലൈമാനെ, പകല് മുഴുവനും ഇങ്ങനെ അധികാരത്തിന്റെ പുറകിലൂടെ നടന്നിട്ട് പാതിരാത്രി മുഴുവനെ കിടന്നുറങ്ങിപ്പോയാൽ, രാത്രി മുഴുവനെ കിടന്നുറങ്ങിയാൽ പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് പടച്ചിറപ്പിന് ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ, രാത്രി മുഴുവനെ കിടന്നുറങ്ങിയാൽ തകുനു ഫഖീറൻ യൗമൽ ഖിയാമ, തകുനു ഫഖീറൻ യൗമൽ ഖിയാമ. നാളെ നീ പരലോകത്തിലെ പരമദരിദ്രനായി മാറുമെന്ന്, നാളെ നീ പരലോകത്തിലെ പരമദരിദ്രനായി മാറുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാരെ സഹായിക്കാനില്ലാത്ത പരലോകത്തിലെ പരമദരിദ്രനാരാ പറഞ്ഞു കൊടുത്തു ബഹുമാനപ്പെട്ട ഉമ്മി സുലൈമാൻ നബിയുടെ ഉമ്മ പറഞ്ഞു കൊടുത്ത വസിയത്താണിത്. പൊന്നുമോനെ, രാത്രിയിൽ മുഴുവനെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് അല്ലാഹുവിന് വേണ്ടി ഒരു ഇബാദത്ത് ചെയ്യാൻ നിനക്ക് കഴിയാതെ വന്നാൽ നാളെ പരലോകത്തിൽ കയ്യിലൊന്നുമില്ലാത്ത പരമദരിദ്രനായി മാറുമെന്ന്. അതുകൊണ്ട് വാക്കവി ഈ വിഷയം പറയുന്നത് എന്തിനെന്നറിയോ? ഈ ദുനിയാവിലെ സുൽത്താനാവാനല്ല, ഇവിടുത്തെ സമ്പാദ്യത്തിന് വേണ്ടിയല്ല. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നാളെ പരലോകത്തിലെ പരമദരിദ്രനായി മാറാതിരിക്കാൻ ഈ ദുനിയാവിൽ നാം സമ്പാദിച്ചു വെച്ച സമ്പത്തുകളോ സന്താനങ്ങളോ സ്ഥാനമാനങ്ങളോ യാതൊരുവിധ ഉപകാരം ചെയ്യാത്ത പരലോകത്തിന്റെ പാരവശ്യതയിലൂടെ പരന്നു നടക്കുന്ന ഒരു പരിഭ്രാന്തിയുടെ ലോകത്ത് ആ പരലോകത്തിലെ പരമദരിദ്രനായി മാറാതിരിക്കാണ് പൊന്നുമോനെ ദുനിയാവിൽ നീ ആരായി മാറണം? പൊന്നുമോനെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിന്റെ ഇടയിൽ, ഭാര്യക്കും മക്കൾക്കും വേണ്ടിയുള്ള ആഹാരം കണ്ടെത്താനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ ഈ ടൗണിലൂടെ ഓട്ടോറിക്ഷ ധരിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോ, കൂലിപ്പണി എടുത്തുകൊണ്ട് നടക്കുമ്പോ, ഗൾഫിന്റെ മണലാരണത്തിൽ കഷ്ടപ്പെടുമ്പോ, അതെല്ലാം നമ്മുടെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി നമ്മൾ സമ്പാദിക്കുമ്പോ, ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുകയാ, രാത്രിയുടെ ഒരു സമയം നിങ്ങളൊന്ന് മാറ്റിവെക്കുക. അതെന്തിനു
വേണ്ടി എന്നറിയോ? നാളെ പരലോകത്തിലെ പരമദരിദ്രനായി മാറാതിരിക്കാൻ. എന്ന് മാത്രമല്ല ഈ ഭൂമിയിലെ പരമദരിദ്രനായി മാറിയവനും അള്ളാഹുവിന്റെ മുമ്പിൽ, പടച്ചറപ്പിന്റെ മുമ്പിൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും പറയാൻ പറ്റിയ സമയം അത് രാത്രിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വജഅൽനൽ ലൈല ലിബാസാ വജഅൽന നഹാര മഅശാ വജഅൽനൽ ലൈല ലിബാസാ. രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തരുന്നെന്ന് വിശുദ്ധ ഖുർആൻ. രാത്രിയുടെ പ്രത്യേകത, രാത്രിയുടെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിനോട് അടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ രാത്രിയിൽ മുഴുവൻ ഉറങ്ങിയാൽ അവൻ പരലോകത്തിലെ പരമദരിദ്രനായി മാറും. അതുകൊണ്ട് ഇന്ന് പറയുന്നത് കുറെ സൗകര്യവും കൂടെ ആളുകൾക്ക് മുമ്പിലുണ്ട്, അങ്ങോട്ട് ഒരുക്കി കൊടുക്കും. ആ പേപ്പർ ഇട്ട് കുറച്ച് പേർക്ക് കറുപ്പച്ചിരിക്കും, ആളുകൾ നിൽക്കുകയാണ് ഫുള്ളായി. അതിന്റെ ഇടയിൽ കസേരകൾ എന്തെങ്കിലും ഒഴിവായി കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തു കൊടുക്കും. ഇതിന്റെ ഇടയിൽ നമ്മൾ വേറെ വർത്താനം സംസാരിച്ചാൽ നമുക്ക് വിഷയം പറയാനുള്ള സമയം കിട്ടില്ല. ഇന്ന് കുറെ കാര്യങ്ങൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ട്. ഇന്ന് മുതൽ ഒരു ജീവിതത്തിന്റെ ശൈലി മാറ്റുകയാണ് നമ്മൾ. ഞാൻ ഈ 2 മണിക്കൂറൊക്കെ ഇത്രയും പറഞ്ഞു പോയിട്ട് അവസാനം ഇതിൽ നിന്നൊരു 100 പേരെങ്കിലും ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ശൈലി മാറുകയാണ് എന്നുള്ളത്. ആ മാറുന്നത് കൊണ്ടേ ഗുണമുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. ആ ശൈലി മാറുന്നത് കൊണ്ടേ ഗുണമുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഒരാൾ 100 സലാത്ത് ചൊല്ലാറുണ്ട്. അവൻ പറയാണ് നാളെ ഞാൻ 200 സലാത്ത് ചൊല്ലും എന്ന് പറയുന്നവനേക്കാളേറെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നുണ്ട്. നാളെ മുതൽ ഞാനത് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുന്നവനോടാണ് അള്ളാഹുവിന് സ്നേഹം കൂടുതൽ. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പുതിയ ശൈലി ഉണ്ടാക്കുകയാണ്. അള്ളാഹുടെ എത്തിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ രാത്രിയെ കുറിച്ച് പറഞ്ഞത് വജഅൽനൽ ലൈല ലിബാസാ, നിങ്ങൾക്ക് ഞാൻ വജഅൽനൽ ലൈല ലിബാസാ, രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തന്നു എന്ന് അള്ളാഹുവിന്റെ രൂപമേയുണ്ട്. വസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശരീരത്തിന്റെ ന്യൂനതകൾ ആരും കാണാതിരിക്കാനാണ് വസ്ത്രം ധരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു അടയാളമുണ്ട്. ആ അടയാളത്തെ ആര് കാണാതിരിക്കാനാണ് വസ്ത്രം ധരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അടയാളം ആദ്യം കാണുന്നത് വസ്ത്രമാണ്. അതിന്റെ മുകളിൽ വസ്ത്രം ഇട്ട് മാത്രമല്ല, വസ്ത്രം ചേർന്ന് കിടക്കുന്ന ഒരു സാധനമാണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു സാധനമാണ് വസ്ത്രം. രാത്രി വസ്ത്രത്തെ പോലെയാണ് എന്ന് ഖുർആൻ പറഞ്ഞാൽ രാത്രി ഒട്ടിച്ചേരാൻ പറ്റിയ സമയം. ഒട്ടിച്ചേരാൻ, ആരുമായി ഒട്ടിച്ചേരാൻ? വല്ലവന്റെ ഭാര്യയായിട്ടല്ല. രാത്രി ഒട്ടിച്ചേരാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് ഖുർആൻ തന്നെ രാത്രിയുടെ ഇബാദത്തിനെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു ഈ വാക്കാണ് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു ഇന്ന നാശിയത്തൽ ലൈലി ഹിയ അശദ്ദു വതഅന വഅഖവ മുഖീലാ ഇന്ന ലക ഫിന്നഹാരി സബ്ഹന തവീലാ. വളരെ സൗന്ദര്യബോധത്തോടെ ഖുർആൻ പറഞ്ഞ ഒരു വിഷയമാണിത്. അള്ളാഹു പറയുകയാണ്, മനുഷ്യ ഇന്നലക ഫിന്നഹാരി സബ്ഹന തവീലാ, നിനക്ക് പകലുമല്ലാത്ത ജോലിയാണ്. പകല് മുഴുവനും നിനക്ക് വിശ്രമമില്ലാത്ത ജോലിയാണ്. പകല് മുഴുവനും നിനക്ക് അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ട ജോലിയാണ്. ആ പകലിന് നിനക്ക് അല്ലാഹുവിന് വേണ്ടി മാറ്റി വെക്കാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതആ, പാതിരാത്രിയുടെ സമയം ഹിയ അശദ്ദു വതആ, അത് സംയോജനത്തിന്റെ സമയമാണ്. വത് എന്ന് പറയുന്ന അറബി പദം ഉപയോഗിക്കുന്നത് ആണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിനാണ്. ആണും പെണ്ണും തമ്മിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന അവരുടെ ലൈംഗിക ബന്ധത്തിൽ അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് വത്. ആ പദം തന്നെ രാത്രിയുടെ ഇബാദത്തിനെ കുറിച്ച് റബ്ബ് പറഞ്ഞത് എന്തിനാ? സഹോദരങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി
മനസ്സിലാക്കണേ. സ്ത്രീ പുരുഷ സംസർഗത്തിന് ഉപയോഗിക്കുന്ന പദം അള്ളാഹു രാത്രിയുടെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞത് എന്തിനാ? നീ നിന്റെ ഭാര്യയുടെയും രണ്ട് ശരീരങ്ങൾ ഒന്നായി അലിഞ്ഞു ചേരുന്ന, നിന്റെ ശരീരങ്ങൾ ഒരാണിന്റെയും പെണ്ണിന്റെയും ശരീരം ഒരേ ശരീരമായി അലിഞ്ഞിട്ട് ചേരുന്ന രാത്രി സമയത്തെ ലൈംഗിക വേഴ്ചയെ കുറിച്ച് പറയുന്ന അതേ വാക്ക് പറഞ്ഞത് എന്തിനാ? പൊന്നുമോനെ, രാത്രി എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ശരീരം പോലെ ഒന്നിച്ചു ചേരുന്നത് പോലെ നിനക്ക് നിന്റെ പടച്ചറപ്പുമായി ഒരേപോലെ ലയിച്ചു ചേരാൻ, അള്ളാഹുമായിട്ട് അങ്ങ് അലിഞ്ഞു ചേരാൻ, പടച്ചറപ്പിലേക്ക് സർവ്വതും മാറ്റിവെച്ച് വിനയം പ്രാപിക്കാൻ, ഒരു ആണിനെയും പെണ്ണിനെയും പോലെ ഭാര്യയും ഭർത്താവും പോലെ അടിമയും ഉടമയും തമ്മിൽ പരസ്പരം ചേരുന്ന സമയമാണ് രാത്രി. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞതായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പാതിരാത്രി ആയി കഴിഞ്ഞാൽ, രാത്രിയുടെ 3-1 എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഅൻ നഹാർ. പാതിരാത്രിയിൽ പകലിൽ പാപം ചെയ്തവൻ പാതിരാത്രിയിൽ എന്നോട് തൗബ ചെയ്താൽ ആ തൗബ ഞാൻ നേരിട്ട് സ്വീകരിക്കുമെന്ന് അല്ലാഹു അവന്റെ ഉടമയുടെ ദുആ, ഉടമയുടെ കണ്ണുനീര് അല്ലാഹു നേരിട്ട് സ്വീകരിക്കുന്ന സമയമാണ് രാത്രി. എന്തേ സഹോദരങ്ങളെ, ആ രാത്രിയിലും എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹുവേ 1000 പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ രാത്രിയുടെ കുറെ ഇബാദത്തുകളാണ് ഇനി പറയാൻ പോവുക. അതുകൊണ്ടല്ലയോ രാത്രിയിലാണ് കരയേണ്ടത്. ഇന്ന് ഞാൻ ഇവിടെ എത്തുമ്പോ, കഴിഞ്ഞ ദിവസം ഞാൻ അണ്ടിക്കോട് വകല് പറയുമ്പോ കുറെ മാസമായിട്ട് ഇതിന്റെ പരിസര പ്രദേശത്ത് ഞാൻ വകല് പറയാറുണ്ട്, വട്ടോളിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എത്രയെത്രയോ സ്ഥലങ്ങളിൽ, താമരശ്ശേരിയിൽ, ഈങ്ങാപ്പുഴയിൽ, അണ്ടിക്കോട്, മുക്കത്ത് എത്രയെത്രയോ സ്ഥലങ്ങളിൽ കുറെ നാളുകളായി ഞാനും നിങ്ങളും തമ്മിൽ വലിയ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. എത്രയോ സഹോദരങ്ങളെ, സഹോദരിമാരാ പാക്കവി ഉസ്താദിന്റെ സദസ്സിൽ വന്നു ദുആ ചെയ്യാൻ 6666 രൂപ കൊടുത്തിട്ടൊന്ന് നേർച്ചയിൽ പങ്കെടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, കേട്ടതെല്ലാം ദുഃഖത്തിന്റെ വാർത്തയാ, കേട്ടതെല്ലാം ദുഃഖത്തിന്റെ വാർത്തയാ. ക്യാൻസർ, മാരകമായ ക്യാൻസർ പിടിപെട്ടവർ, മാരകമായ കടങ്ങൾ വന്നിട്ട് നിൽക്കാൻ കഴിയാത്തവർ, ഒരേ ഒരു കുഞ്ഞാട് 13 വർഷത്തിന്റെ ഇടയിൽ ജനിച്ച ഒരേ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് മരിച്ചുപോയി. അടുത്ത കുഞ്ഞ് ഇതേവരെ ജനിക്കപ്പെട്ടിട്ടില്ല ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് കണ്ണുനീരിന്റെ തോരാക്കടലുകളുമായി എത്തിയവർ, എന്റെ പ്രിയപ്പെട്ട മാനവാ, അല്ലാഹു തന്നെ പറയുകയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ ഖബദ്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേ ക്ലേശത്തിൽ നിന്നാണ്. ക്ലേശമേ മനുഷ്യന്, ദുഃഖമേ മനുഷ്യന്, സങ്കടമേ മനുഷ്യന്, ആദികളെ മനുഷ്യന്, വ്യാധികളെ മനുഷ്യന്, എല്ലാവിധ കണ്ണുനീരൊലിച്ചൊലിച്ച് നിസ്കാരപ്പായ പോലും കണ്ണുനീരിൽ കുതിരുമ്പോ, പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ, തീരാ ദുഃഖങ്ങളും മാറാ രോഗങ്ങളും കടങ്ങളും എല്ലാം ജീവിതത്തിലേക്ക് വന്ന് എവിടേക്ക് തിരിയണമെന്നറിയാട് നിരാശയിലോട്ട് കടന്നുപോയ മുസ്ലിമേ, നിനക്കൊരു പരിഹാരത്തിന്റെ വാതില് തുറക്കുക. പടച്ചറപ്പേ, കരഞ്ഞ് 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 വീട്ടിലെ നിസ്കാരപ്പായ കണ്ണുനീരിൽ കുതിരുമ്പോ, കബ്സേ കടീഹേ അറബ് ഉമ്മീദ് കേ സഹാറേ മേരാ ദിൽ ന ജാനേ മേനെ കിസി തരഹ് സെ പുകാറേ. കരഞ്ഞ് 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 എന്റെ കണ്ണുനീര് വറ്റിപ്പോയി. അല്ലാഹുവേ, എവിടേക്ക് തിരിഞ്ഞാലും ശത്രുക്കളാണ്, വലത്തോട്ട് തിരിഞ്ഞാലും പ്രയാസങ്ങളാണ്, എനിക്കിനി എവിടേക്ക് തിരിയണമെന്നറിയില്ല. അല്ലാഹുവേ, എന്റെ ആവലാടി ആരോടാണ് പറയേണ്ടത്? ആവലാദികൾ അവസാനിക്കണോ, പ്രയാസങ്ങൾ മാറണോ? പ്രയാസങ്ങൾ മാറാൻ ഒരേ ഒരു വഴിയാണ് ഖുർആൻ പറഞ്ഞത്. ആരോടാണിത് പറഞ്ഞു കൊടുത്തതെന്നറിയോ? സ്വന്തം ഭാര്യ മരിച്ചിട്ട്, മൂത്താപ്പ മരിച്ചു, സ്വന്തം നാട്ടുകാർ മുഴുവൻ കല്ലേറുകൊണ്ട് തന്നെ പരീക്ഷീണനാക്കുമ്പോ, കൈവാറിയത്തിന്റെ ഭിത്തിയിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കൈവാറിയത്തിന്റെ മുറ്റത്ത് പോയി 2 റക്അത്ത് നിസ്കരിക്കുമ്പോ, ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലേക്ക് കൊണ്ടുവന്നിട്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികളെ കല്ലെറിഞ്ഞിട്ട് പരിക്കേൽപ്പിച്ച്, തന്റെ പ്രിയപ്പെട്ട ബിലാലിനെ ചുറ്റുപടുത്ത് കിടക്കുന്ന മണലാരണ്യത്തിൽ മരത്തെ കടത്തി ആ ബിലാലിന്റെ മുകളിലേക്ക് ഭാരമുള്ള കല്ലെടുത്ത് വെച്ചിട്ട് കൂടം കൊണ്ടടിക്കുമ്പോ, തന്റെ പ്രിയപ്പെട്ട അനുയായികളെ തീരിട്ടിട്ട് കരിച്ച് ചാമ്പലാക്കുമ്പോ, ആ സമയത്ത് നിൽക്ക കഴിയില്ലാട്, ആ സ്വന്തം നാട്ടിലൊന്ന് നിൽക്കാൻ പോലും കഴിയാട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആത്മാവിൽ എഴുതി വെക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ പാതിരാ സമയത്ത് അസ്വസ്ഥതയോടെ കിടക്കുമ്പോ എവിടേക്കാണ് പോകേണ്ടതെന്നറിയില്ല. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിന് ആയത്തിറങ്ങിയത്. ഓ നബിയെ, വിഷമിക്കണ്ട നബിയെ, പ്രയാസപ്പെടേണ്ട നബിയെ, ഈ ദുഃഖങ്ങൾ അവസാനിക്കും തിരുദൂതരെ. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബഅതക റബ്ബുക മഖാമൻ മഹ്മൂദാ. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി. ഓ നബിയെ, പാതിരാ സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന നബിയെ, അങ്ങയുടെ പ്രയാസങ്ങൾ അവസാനിക്കുകയാണ്, അങ്ങയുടെ ദുഃഖങ്ങൾ അവസാനിക്കുകയാണ്. ദുഃഖങ്ങളുടെ പ്രാരാബ്ധങ്ങളിൽ കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്ത പ്രയാസങ്ങൾ മുഴുവൻ പടച്ചറപ്പിനോട് കരഞ്ഞു പറയാൻ പറ്റിയ സമയം അത് രാത്രിയാണ്. ആ രാത്രിയിൽ എഴുന്നേൽക്കുക, എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പോവുകയാണ്, ആരും അറിയാത്ത നഗരത്തിലേക്ക്. മക്കയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ, മക്കയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹായിക്കാൻ ആരാണുള്ളത്? സ്വന്തം നാടല്ല, ആരെയും പരിചയമില്ല. മദീനയിലേക്ക് പോവുകയാണ്. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തില്ലേ? വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖി വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വദല്ലി മിൻ ലദുനക സുൽത്താനൻ നസീറാ. റബ്ബേ, പടച്ച റബ്ബേ, ഈ മക്ക വിട്ടിട്ട് കഅബയോട് സലാം പറഞ്ഞ് ഞാൻ മദീനയിലേക്ക് വരികയാണ്. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, എനിക്ക് രക്ഷപ്പെടാൻ ഒരു പ്രവേശന കവാടം തുറന്നു തരണേ അല്ലാഹ്. ഭാര്യ വിട പറഞ്ഞു, മുത്താപ്പ വിട പറഞ്ഞു, സ്വന്തം നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ പോവുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, പാതിരാ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിസ്കാരപ്പായിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ റബ്ബിന്റെ ദർബാറിലേക്ക് ദുആ ചെയ്യുമ്പോ സുൽത്താനൻ നസീറാ. അല്ലാഹുവേ, 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 മദീനയിലേക്ക് വരുമ്പോ ആരുമില്ലാത്ത മദീനയിൽ എനിക്കൊരു സഹായിയെ തരണേ അല്ലാഹ്. ആ ദുആ സ്വീകരിച്ചില്ല സഹോദരങ്ങളെ. വജഅൽനി മിൻ ലദുനക സുൽത്താനൻ നസീറാ. എനിക്കൊരു സഹായിയെ തരാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ എത്തുന്നതിന് മുമ്പ് മദീനയിൽ ഈത്തപ്പനമരത്തിന്റെ മുകളിൽ കയറിയിട്ട് സഹായികൾ ആത്തു വിളിച്ചില്ലയോ? തലഅൽ ബദറു അലൈനാ മിൻ തനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മർഹബൻ യാ ഖൈറ ദാഇ. പാതിരാ സമയത്ത് ഒരാൾ പോലും കൈപിടിക്കാനില്ലാതെ സ്വന്തം നാട് വിട്ടോടുമ്പോൾ പോലും അള്ളാന്റെ മുമ്പിൽ എഴുന്നേറ്റ് 4 റക്അത്ത് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത ഹബീബായ നബി തങ്ങൾക്കൊരു സഹായിയെ കൊടുത്തു. ആ സഹായികളാണ് പിന്നെ അൻസാറുകളായത്. സുൽത്താനൻ നസീറാ. നസീറിനെ ചോദിച്ചപ്പോ അൻസാറിനെ കൊടുത്തു, നസീറിനെ ചോദിച്ചപ്പോ സഹായികളുടെ ഒരു സംഘത്തെ തന്നെ കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരിമാരെ, കരയുക. മാരകമായ ക്യാൻസർ വന്ന് പിടിപെടുമ്പോ ഈ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നോട് വിളിച്ചു പറഞ്ഞത്, ഉസ്താദേ, ആമാശയത്തിൽ ക്യാൻസർ ആയിരുന്നു, ചികിത്സിച്ച് ഭേദമായി, അവസാനം എല്ലാം പോയി എന്ന് ഡോക്ടറെ സമാശ്വസിപ്പിച്ചപ്പോഴാണ് പെട്ടെന്നൊരു ഛർദിൽ തുടങ്ങിയത്. നിൽക്കാത്ത ഛർദിലായി മാറി. ഹോസ്പിറ്റലിൽ പോയപ്പോ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി 15 ദിവസം കൂടിയേ ആയുസുള്ളൂ എന്ന്. ഇനി 15 ദിവസമേ ആയുസുള്ളൂ. ഉസ്താദേ, എന്റെ പൊന്നുമക്കളെ, ഞാൻ ഇനി 15 ദിവസം കൂടിയേ കാണുകയുള്ളൂ എന്ന്. എന്റെ മക്കള് 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ മകന്റെ മേൽവിലാസം മാറുമെന്ന്, അവൻ യതീമാകുമെന്ന്. സഹോദരങ്ങളെ, പഴിക്കാനുള്ളതല്ല, ആയുസ് അല്ലാഹുവിന്റെ കയ്യിലല്ലയോ? അവനല്ലയോ അതുകൊണ്ട് പ്രയാസങ്ങൾ മാറണോ? പാതിരാ സമയത്ത് എഴുന്നേൽക്കണം, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം.
കണ്ണുനീര് തടം തല്ലിയാത്തൊടുക്കണം അല്ലാഹുവേ. പേടിച്ചു പാപികൾ കണ്ണുനീരൊഴുക്കേണ്ടതാ, റബ്ബിന്റെ കോപമടക്കുവാനത് നല്ലതാ. പാതിരാ സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പൊട്ടിക്കരയുമ്പോഴാണ് ആ അടുപ്പമാണ് രാത്രിയിലെ അടുപ്പം. അടിമയും ഉടമയും തമ്മിൽ ഒരു മറയുമില്ലാതെ ചേരുന്ന സമയമാണ് രാത്രി. ആ രാത്രി നമ്മൾ ഇന്നേ വരെ അള്ളാഹിനോടൊന്നും ചോദിച്ചിട്ടില്ല. ഉണ്ടോ? ഉണ്ടോ? ഇത്രയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വന്നു. എന്നാൽ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട സമയത്ത് നമ്മൾ ഇതേവരെ ചോദിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അല്ല, ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത്? ഉണ്ടാ? ഉണ്ടാ? ഇല്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് രാത്രി ഞാൻ നിങ്ങളോട് ഒരു പുതിയ ശൈലി പഠിപ്പിക്കുകയാണ്. ഉമ്മത്ത് മറന്നുപോയ ഒരു ശൈലി. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനല്ല, എന്തെങ്കിലും ഒന്ന് ഉണ്ടാകണം എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് ഞാൻ. ഒരു 2 മണിക്കൂർ പ്രസംഗിച്ച് കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവണം, ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രത്യാശയായി. രാത്രിയിൽ സുബഹിക്ക് മുമ്പ് ഒരു 1 മണിക്കൂർ മുമ്പ് എഴുന്നേക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്. ഏറ്റവും അവസാനത്തെ സമയം. കാരണം പ്രയാസങ്ങൾ മാറാൻ ഏറ്റവും നല്ല ഔഷധം ഏതാ? പ്രയാസങ്ങൾ മാറാൻ ഏറ്റവും നല്ല ഔഷധം ഏതാ? ഇത് അള്ളാഹ് പറഞ്ഞ ഔഷധമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് കെട്ടിപ്പിടിച്ചു. പേടിച്ചു വിറച്ച് നേരെ പോയി വീട്ടിൽ പുതപ്പിട്ട് മൂടിക്കിടക്കുക. ആ സമയത്ത് പേടിച്ചു വിറച്ച് ഇറാഖയിൽ നിന്ന് പേടിച്ചു വിറച്ച് പരിഭ്രാന്തിയോടെ കിടക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനായി തിറങ്ങുന്ന നബിയെ, പേടിച്ചു പരിഭ്രാന്തനാകണ്ട നബിയെ, അയ്യാ അയ്യുൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അമിൻഖുസ് മിൻഹു ഖലീലാ ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ഓ നബിയെ, പുതപ്പ് മൂടി കിടക്കുന്ന നബിയെ, എഴുന്നേറ്റ് നബിയെ. നിസ്ഫഹു, രാത്രിയുടെ പകുതി കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നബിയെ. വറത്തിൽ ഖുർആന തർതീലാ, രാത്രിയിൽ നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഖുർആൻ ഓതു നബിയെ. 2 ജോലി രാത്രിയിൽ. 3 കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ രാത്രിയിൽ ചെയ്യേണ്ട ജോലിയായിട്ട് പറയുക. യഥാർത്ഥത്തിൽ ആ ജോലി നമ്മൾ ചെയ്യുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒന്ന് ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. ഒന്ന്, രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. അല്ലാഹു സ്വഭാവം തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാർ, ഇത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. എന്തുകൊണ്ട്? അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാനോ രാത്രിയിൽ? യഥാർത്ഥത്തിൽ ഇത്ര എളുപ്പമുള്ള ഒരു കാര്യം ഇത്. സാധാരണ ഒരു രാത്രി എല്ലാവരും കിടക്കുമ്പോ ഭാര്യ പോലും അറിയരുത്, എഴുന്നേക്കണം. അടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയരുത്, എഴുന്നേക്കണം. ആരുമില്ലാത്ത രാത്രിയിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കണം. എന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണം. കിടക്കുന്ന ഭാര്യ പോലും അറിയരുത് ഭർത്താവ് എഴുന്നേറ്റ് നിസ്കരിക്കുക. ഭർത്താവ് അറിയരുത് ഭാര്യ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെന്ന്. യഥാർത്ഥത്തിൽ അവൻ അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞ് പറയുന്ന കാര്യം ഈ ഭാര്യ കേൾക്കാൻ പാടില്ല. എന്നാ പിറ്റേ ദിവസം തലാഖ് സംഭവിക്കും. അല്ലാഹുവോട് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ തുറന്നു പറയണം. അത് ഈ ഭാര്യ എന്ത് ചെയ്യാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. കേട്ടാൽ പിറ്റേ ദിവസം പ്രശ്നം വേറെയാണ്. അപ്പൊ അടിമയും ഉടമയും തമ്മിൽ ഒരു മറയുമില്ല. എല്ലാവരും ഉറക്കത്തില. ഉറങ്ങാതിരുന്ന ആര് മാത്രമേ ഉള്ളൂ? എല്ലാവരും ഉറങ്ങിക്കിടക്കുക. ഉറങ്ങാത്തത് ഇവനും സിനത്തും വലാനും, ഉറക്കമില്ലാത്ത റബ്ബും. ഇതൊരു വലിയ വിഷയമാണ്. എന്നിട്ട് അങ്ങോട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്യ്. ഒരു 4 മണിക്ക് എഴുന്നേൽക്ക്. ഇപ്പൊ 5:20 സുബഹി ബാങ്ക്. 5:20 5:23 അല്ലെ? 5:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 15 ദിവസമായി. 5:30 സുബഹി ബാങ്ക്. അപ്പൊ ഒരു 4 മണിക്ക് എഴുന്നേൽക്ക്. ഇശാ നിസ്കാരം വിട്ട് എപ്പോ കഴിയും?
8 മണിയാകുമ്പോൾ ഇശാന്റെ ജമാഅത്ത് കഴിയും. 8 മണിയാകുമ്പോൾ ഇശാന്റെ ജമാഅത്ത് കഴിയും. അപ്പൊ 8 മണി മുതൽ 8 മണിക്ക് ഇശാന്റെ ജമാഅത്ത് കഴിയും. 9 മണിക്ക് ഒരാൾ ഉറങ്ങിയാലും 4 മണിക്ക് എഴുന്നേറ്റ് എത്ര മണിക്കൂർ അവൻ ഉറങ്ങും? 7 മണിക്കൂർ അവൻ ഉറങ്ങാൻ പറ്റും. വേണ്ട 10 മണിക്ക് നീ കിടന്നാലും ഒരാൾക്ക് ശരാശരി 6 മണിക്കൂർ ഉറക്കം മതി. ശരാശരി 6 മണിക്കൂർ ഉറക്കം മതി. ആ 6 മണിക്കൂർ 10 മണിക്ക് കിടന്നാലും 4 മണിക്ക് എഴുന്നേൽക്കും. അപ്പൊ 6 മണിക്കൂറായി. പക്ഷെ അത് കാണാൻ പറ്റൂല. ഏത് 10 മണിക്ക് ഉറങ്ങിയാൽ പച്ച പൊട്ടികൾക്ക് അത് കാണാൻ പറ്റൂല. അത് സീരിയല്. യഥാർത്ഥത്തിൽ ഉസ്താദ് ഒരു തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട്? നമ്മൾ സമയത്ത് ഉറങ്ങൂല. അതാണ് പ്രശ്നം. താമസിച്ചുറങ്ങുന്നു. 12 മണിക്ക് മുമ്പ് ഉറങ്ങുന്ന ആളുകൾക്കൊന്ന് കൈപൊക്കി. 12 മണിക്ക് മുമ്പ് ഉറങ്ങുന്ന കാലം. കള്ളം പറയരുത്. കള്ളം പറയുമ്പോൾ ഉള്ള പൊക്കിയ കൈ തന്നെ താഴേക്ക് പോകും. ഉള്ള കാര്യം ഞാൻ പറയാം. കണ്ട, ഇതിൽ ഭൂരിഭാഗം ആളുകളും 12 മണി കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ആളുകൾ. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിൽ ഇപ്പൊ അടുത്ത സമയത്തുണ്ടായ ഒരു സംസ്കാരം, എല്ലാ കടയും അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കുറെ കട തുറക്കും. സാധാരണ പണ്ട് കാലത്ത് 7 മണിയാകുമ്പോൾ കട അടയ്ക്കും, ചായക്കട അടയ്ക്കും. ഇപ്പൊ നമ്മുടെ ഈ കോഴിക്കോട് അങ്ങാടിയിലും ഈ ഭാഗത്തും 7 മണിക്കാണ് ചായക്കട തുറക്കുക. ഏത് കട? ആ നരകത്തിലെ കോഴിയും ആ തവാഫ് ചെയ്യണ കോഴിയും ആ തവാഫ് ചെയ്യണ കോഴിയും ഈ നരകത്തിലെ കോഴിയും. നരകത്തിലെ കോഴി ഏതാ? ഞാൻ ചുമ്മാ പറഞ്ഞു. നരകത്തിലെ കോഴി ഏതാ? ശവായി. ഈ സാധനം എപ്പോഴേ ഉണ്ടാവും? അതിങ്ങനെ വാരി വലിച്ച് തിന്നിട്ട് ഭാര്യയും മക്കളും കൂടെ പോയി അവസാനം ഇശായുമില്ല, ഒന്നുമില്ല. ഈ ഉമ്മത്ത് ഏറ്റവും, നിങ്ങൾക്കൊന്നും തോന്നരുത് എന്നോട്, ആ കച്ചവടം ചെയ്യുന്നവരോടും എന്നോടൊന്നും തോന്നരുത്. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. ആ കട നടത്തുന്നവർക്കും എന്നോടൊന്നും തോന്നരുത്. അത് തിന്ന് കറങ്ങി 12 മണിക്ക് ബീച്ചിൽ പോയി കറങ്ങി വീട്ടിൽ വന്നിറങ്ങുമ്പോ പിന്നെ ഇവൻ 10 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് ഇവൻ ഇങ്ങനെ നടക്കുക അവന്റെ പ്രശ്നം തീരാൻ. അവൾ ഇങ്ങനെ നടക്കുക. ഈ സാധനം ഇങ്ങനെ വലിച്ച് ഉള്ള ഇറച്ചി എല്ലാം കൂടെ തിന്നിട്ട് ആവശ്യത്തിന് രോഗങ്ങൾ നമുക്കുണ്ട് താനും. അറബികൾ ഒരു ഒട്ടകത്തെ തിന്നും, അറബി ഒന്നിച്ചിരുന്നു. എന്നിട്ട് അവൻ 10 ഒട്ടകം തിന്നുന്ന ഇല അതിന്റെ കൂടെ തിന്നുകയും ചെയ്യും. അറബികൾ ഒരൊട്ടകത്തെ തിന്നും, എന്നിട്ട് 10 ഒട്ടകത്തിന്റെ തീറ്റ പച്ചല അവൻ തിന്നുകയും ചെയ്യും. എന്നാൽ അവന് രോഗമില്ല. നമ്മൾ പച്ചക്കറി തീരെ കഴിക്കില്ല. നമ്മൾ പച്ചക്കറി ഇറച്ചിയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഹോട്ടലുകാരൻ വെക്കും. ഇറച്ചി കൊണ്ടുവന്നിട്ട് പച്ചക്കറി എടുത്ത് മാറ്റി തള്ളിയിട്ട് ഇവൻ പച്ചക്കറി ഇലക്കറി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്, ഡെക്കറേഷനാണ്. അതങ്ങ് മാറ്റിയിട്ട് ഇവൻ. പക്ഷെ അറബി ഉള്ള പച്ചല മുഴുവൻ തിന്നും. കണ്ട ഇവൻ ആടാന്ന് തോന്നും. തിരുവനന്തപുരത്തിന് അറബി വന്ന ഹോട്ടലില് ചോറുണ്ണാൻ കയറി ഇല ഇട്ട് കൊടുത്തു സപ്ലയർ. ഇല വിരിച്ചിട്ട് കൊടുത്തിട്ട് ചോറെടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചപ്പോ അറബി ഇല തിന്നു കഴിഞ്ഞു. എന്തുകൊണ്ട്? അറബി വിചാരിച്ചു ഇത് അയാളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് നമുക്കുണ്ടായത് മുഴുവനും നഷ്ടമാണ്. ഒന്ന്, നമ്മുടെ ആരോഗ്യം നശിച്ചു. നമ്മുടെ ആരോഗ്യം ഇവിടെ നല്ല നാടൻ കോഴി തിന്ന ഉപ്പും പത ഇപ്പോഴും നടക്കുന്ന 80-ാമത്തെ വയസ്സ് ഇരിക്കണ ഇരിപ്പ് നോക്ക്. നീ ഈ ബ്ലോക്ക് കോഴി എല്ലാം കൂടെ തിന്ന നീ 40-ാമത്തെ വയസ്സിൽ ഇതിന്റെ അപ്പുറത്തേക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇബാദത്തും പോയി. രാത്രിയുടെ ഇബാദത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സമുരി. രാത്രിയിലെ രാക്കഥ പറഞ്ഞിരിക്കുന്നതിനെ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമായിരുന്നില്ല. പാതിരാ സമയത്ത് ഇശാ നിസ്കാരം കഴിഞ്ഞാൽ രാക്കഥ പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന് തീരെ ഇഷ്ടമായിരുന്നില്ല. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുൽ കലാമ ബഅദൽ ഇശാ. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് സഹാബത്തിരിക്കുന്നതിന് അല്ലാഹുവിന്റെ റസൂല് വെറുത്തിരുന്നു. സഹാബത്തിനോട് പറയും, വേണ്ട സഹാബ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ വർത്തമാനം പറഞ്ഞിരിക്കരുത്. എന്റെ ശബ്ദം കേൾക്കാനെത്തുന്ന ചെറുപ്പക്കാരോട് ഒരു പുതിയ പടിഞ്ഞാറിന്റെ സംസ്കാരം നമുക്കുണ്ടായി. പടിഞ്ഞാറുകാരന് പകല് രാത്രിയിലാണ്, അവന് രാത്രി പകലാണ്. അമേരിക്കയിൽ ലണ്ടനും മിസിസിപ്പിയും ലോസ് ആഞ്ചലസും അടക്കമുള്ള നഗരം, ആ നഗരം ഉണരുന്നത് രാത്രിയിലാ. അവര് മുഴുവനും പകല് കിടന്നുറങ്ങുന്നവരാണ്. അവര് രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നവരാ. ആ സംസ്കാരം കടന്നു വന്നപ്പോ ഇശാ നമസ്കാരം കഴിഞ്ഞ നാട്ടിലെ വെയിറ്റ് ഷെഡിലോട് ബ്ലൂടൂത്തും ഫേസ്ബുക്കുമായി പാതിരാ സമയത്ത് മാറ്റി പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
പാതിരാത്രി 12 മണി വരെ നിന്റെ കാമുകിയുമായിട്ട് ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത്, ബ്ലൂടൂത്തിലൂടെ സെൻഡ് ചെയ്ത്, വാട്സപ്പിലൂടെ മുഖം കണ്ട്, കവിള് കണ്ട്, ചുണ്ട് കണ്ട്, കണ്ണ് കണ്ട് ആസ്വദിച്ച് ലഹരി പിടിച്ച് അവസാനം എല്ലാം കഴിഞ്ഞ് പാതിരാ സമയത്ത് നീ കിടപ്പറയിലോട്ട് പോകുമ്പോ, എന്തേ പൊന്നുമോനെ സുബഹിന്റെ സമയമാകുമ്പോ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയുമ്പോൾ എഴുന്നേക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് എന്നോട് ചോദിക്കടാ, ഞാനിതാ രാത്രിയിൽ അല്ലാഹുവിന്റെ ഖജനാവ് തുറന്നിട്ടിരിക്കുകയാ. അല്ലാഹ് പറഞ്ഞതാണ് എന്റെ ഖജനാവ് പാതിരാ സമയത്ത് ഞാൻ തുറന്നിട്ടിരിക്കുകയാ. ആവശ്യക്കാരൻ ഓടി വന്നെടുത്തുകൊള്ളുക. എന്തേ പോകാൻ കഴിഞ്ഞില്ല? എന്നിട്ട് നീ നിന്റെ പ്രയാസം പറഞ്ഞിട്ട് നടക്കുന്നുവോ? അല്ലാഹു ചോദിക്കാൻ പറഞ്ഞ സമയത്ത് ചോദിക്കണം. പെങ്ങള് പാതിരാ സമയത്ത് സീരിയലും കണ്ട്, റിയാലിറ്റി ഷോയും കണ്ട്, അരക്കി പോട്ട് തുണിയില്ലാത്ത പെണ്ണിന്റെ ആട്ടം കണ്ട്, ആ ആട്ടത്തിന്റെ നടുവിലേക്ക് സ്വന്തം മകളെയും പറഞ്ഞു വിട്ട്, പർദ്ദയും ഇട്ട്, തലയിൽ ഹിജാബും ഇട്ട്, പാതിരാ സമയത്ത് ആട്ടം കാണുന്ന പെണ്ണ് അല്ലാഹ് പറയുന്ന രാത്രി ഉറങ്ങി തീർക്കാനുള്ളതല്ല, മദ്യപിച്ചു മതോന്മത്തനായി കിടക്കാനല്ല, പാതിരാത്രിയിൽ എഴുന്നേൽക്കുക. എന്നിട്ട് അല്ലാഹുക്ക് വേണ്ടി 4 റക്അത്ത് നിസ്കരിക്കുമോനെ, തഹജ്ജുദ് അവിടെ വെച്ച് നിസ്കരിക്കുമോനെ. ആ നിസ്കാരത്തിന് ശേഷം അല്ലാഹുവിനോട് നീ അവിടെ വെച്ചാണ് ദുആ ചെയ്യേണ്ടത്. എത്ര വലിയ പ്രയാസം നിനക്ക് വന്നാലും, എത്ര വലിയ പ്രതിബന്ധം നിനക്ക് വന്നാലും, എത്ര വലിയ മാരകമായ കടമാണെങ്കിലും എന്തേ ഇതൊന്ന് പരീക്ഷിച്ചുകൂടെ? റബ്ബിനോടൊന്ന് ദുആ ചെയ്തുകൂടെ? അഹ്മദ് കബീർ ബാക്കവിയുടെ, നൗഷാദ് ബാക്കവിയുടെ സദസ്സിൽ വരാറുണ്ട്. അവിടെ എത്രയോ ദുആ ഇജാബത്ത് കിട്ടാറുണ്ട്. ഉസ്താദേ, ഒരു കോയിൻ വിഴുങ്ങിയിട്ട് ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പോയില്ല. ഈ സലാത്ത് കൊണ്ട് മാറിയെങ്കിൽ പാതിരാ സമയത്താണ് മിക്ക സദസ്സിലെയും ദുആ നടക്കുന്നത്. അല്ലാഹു നേരിട്ട് സ്വീകരിക്കുന്ന സമയമാണ്. പൊന്നുമോനെ, വിളിക്കുക നിന്റെ റബ്ബിനെ. പടച്ച റബ്ബിനോട് ചോദിക്കുക, പടച്ച റബ്ബിനോട് ചോദിക്കുക. രാത്രിയിൽ ഉറക്കം എഴുന്നേറ്റ് ചോദിക്കുക. ആ സമയത്ത് ഉറക്കമില്ലാത്തവര് 2 പേര് മാത്രം. ഒന്നുറക്കമില്ലാതെ കരയുന്ന നീ, മറ്റൊന്നുറക്കമില്ലാതെ ഉറക്കമില്ലാത്ത റബ്ബുമാണ്. നിങ്ങളുടെ 2 പേരുടെയും ഇടയിലും മറയില്ല. നേരിട്ട് ചോദിക്കു, റബ്ബേ, എന്റെ പ്രയാസങ്ങൾ, എന്റെ ദുഃഖങ്ങൾ, എന്റെ ആദികൾ, എന്റെ വ്യാധികൾ, എന്റെ വ്യതകൾ, എന്റെ സതകൾ, എന്റെ ആകുലതകൾ, എന്റെ വ്യാകുലതകൾ, എന്റെ സങ്കടങ്ങൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ ദുഃഖങ്ങൾ, എന്റെ കണ്ണുനീർ, എന്റെ പ്രതിസന്ധി, എന്റെ പ്രയാസം, റബ്ബേ, റബ്ബേ, എന്റെ പരിമിതികളും, എന്റെ പരിതാപങ്ങളും, എന്റെ പരിദേവനങ്ങളും എല്ലാം നിന്നോടാണ് പറയുന്നത്. എന്തിനാണ് കരയുന്നത് സഹോദരങ്ങളെ? കാംതാഹെ ദിൽ തേര അന്ദേശ തൂഫാൻ സഗ്യാ നഹുദാ തൂ കശ്തി ബി തൂ ബഹർ ബി തൂ സാഹിൽ ബി തൂ ആഗ് കിസ്കി ദസ്തു തൂ ആവാസ് രഖ്തി ഹൈ തുझे രാഹ് തൂ റഹബർ ബി തൂ റഹ്റൂ ബി തൂ മൻസിൽ ബി തൂ. പരാവാരം പോലെ പരന്നൊടുകുന്ന കടലിന്റെ നടുവിൽ, ആര് സഹായിക്കാനില്ലാത്ത തിരമാലയുടെ നടുവിൽ ഒരു കുതുമ്പ് വെള്ളത്തിന് നീ ഇങ്ങനെ തുഴയുകയാണ്. പേമാരി തിമിർത്തു പെയ്യുകയാണ്. കാറ്റും കോളും ആഞ്ഞടിച്ചിട്ട് നിന്റെ കൊതുമ്പ് വെള്ളം മറയാൻ പോകുമ്പോ വിളിച്ചാ വിളി കേൾക്കാൻ ആരുമില്ല. ആ സമയത്തിന് ഹുദാത്തു, നിനക്കൊരു റബ്ബില്ലയോ? നിനക്കൊരു രക്ഷിതാവില്ലയോ? അവൻ നിന്നെ സഹായിക്കില്ലയോ? അവനോട് വിളിക്കുക. അതിനേറ്റവും പറ്റിയ സമയം പാതിരാത്രിയാണ്. അതുകൊണ്ട് രാത്രിയിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി തഹജ്ജുദ് നമസ്കാരം പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറ സഹോദരങ്ങളെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രാത്രിയിലെ സുന്നത്തായ നമസ്കാരം വിടരുത്. മസാല അബ്ദി ബിന്നവാഫിലി യഖറുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാ فالسمع منه ثم عينا باصرا أي مثل ذلك في المطالب حربلا.
സുന്നത്ത് നമസ്കാരങ്ങളിലൂടെയാണ് എന്റെ അടിമ എന്നോട് അടുക്കുക, ഫർളിലൂടെയല്ല. സുന്നത്ത് വിട്ടുകളയല്ലേ സമൂഹമേ, ആ സുന്നത്തിലൂടെയാണ് റബ്ബുമായിട്ടെടുക്കുക. റബ്ബുമായിട്ടെടുത്താൽ പിന്നെ ആരായി? അവന്റെ കൈ ഞാനാകും, അവന്റെ കാല് ഞാനാകും. അവൻ പിന്നെ ഞാനുമായിട്ട് ബന്ധമുണ്ട്, അവന് പിന്നെ മറയില്ല. ഇതാരോട് പറയണം? നിങ്ങളോടാണ് പറയേണ്ടത്. അവനെ ഞാനും തമ്മിന് മറയില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്തിലൂടെ അവന് ഞാനുമായിട്ടെടുത്താൽ, സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഏറ്റവും മഹാനായ മനുഷ്യന്റെ വിയോഗം കണ്ടവര്, ഇത് പാറന്നൂർ ഉസ്താദിന്റെ അനുസ്മരണ യോഗം കൂടിയാണ്. ബഹുമാനനായ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ ഫൈദി എന്നോട് പറഞ്ഞു, വാപ്പ മരിക്കുന്നത് വരെ വാപ്പയുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഒരൊറ്റ സുന്നത്ത് നിസ്കാരം പോലും ഒഴിവാക്കിയിട്ടില്ല. അവസാന സമയം പോലും വിത്തുറു 11 വാപ്പ നിസ്കരിക്കുമായിരുന്നു. എന്തേ സഹോദരങ്ങളെ, പാതിരാ സമയത്ത് പോലും, അവസാന നിമിഷത്തിൽ പോലും യഥാർത്ഥത്തിൽ പാറന്നൂർ ഉസ്താദ് ആരെന്നറിഞ്ഞതിന് അല്ലാഹു ആ മഹാന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. കാത്തിരിക്കുന്ന ഭാര്യ നാളെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കി കൊടുക്കട്ടെ. യഥാർത്ഥത്തിൽ പാറന്നൂർ ഉസ്താദ് ആരെന്ന് പാറന്നൂരുകാര് തിരിച്ചറിഞ്ഞത്, നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഉസ്താദിന്റെ വഫാത്തിന് വേണ്ടിയാണ്. ഒരു ജനസാഗരം തടിച്ചുകൂടിയപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് 11 റക്അത്ത് വിത്ർ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഫൈലിയാണ് എന്നോട് പറഞ്ഞത്, മകനാണ് പറഞ്ഞത്. മഗ്രിബ് കഴിഞ്ഞ അവ്വാബീൻ 6 റക്അത്ത് നിസ്കരിക്കും. എന്തുകൊണ്ടെന്നറിയോ? ആ മനുഷ്യനും അല്ലാഹും തമ്മിൽ പിന്നെ മറയില്ലാതായി. സുന്നത്തിലൂടെ വന്നാൽ ഞാനും അവനും തമ്മിൽ പിന്നെ മറയില്ല. ആ മനുഷ്യനും അല്ലാഹും തമ്മിൽ പിന്നെ മറയില്ല. അതുകൊണ്ടാണ് ഫൈലി ഈജിപ്തിലെ അസ്ഹറിലേക്ക് പോയപ്പോ, മകൻ അങ്ങനെ പോകാറില്ലടല്ല, അസ്ഹറിലേക്ക് വിദൂര പഠനത്തിന് ഈജിപ്തിലേക്ക് പോവുകയാണ്. ഉമ്മയെ സാക്ഷി നിർത്തിയിട്ട് മകനോട് പറഞ്ഞു, മകനെ പോവുക, പഠനം പൂർത്തിയാക്കുക. ഇതിന്റെ ഇടയിൽ നീ പലതും കേൾക്കും, ചില വാർത്തകൾ നീ കേട്ടാലും തിരിച്ചു വരാൻ പാടില്ല. മകനെ ഈജിപ്തിലേക്ക് യാത്രയേക്കുമ്പോഴും ആ മനുഷ്യൻ തന്നെ മരണത്തിന്റെ കാലത്ത് അറിഞ്ഞിരുന്നു. മകനോട് പറഞ്ഞു, ഏത് മനുഷ്യനാണോ പറയാൻ കഴിയുക? എനിക്ക് പറയാൻ കഴിയുമോ? ഇങ്ങനെ പറയാൻ കഴിയോ? അള്ളാഹ് അറിയിച്ചു കൊടുക്കുകയാണ്. അവരുടെ ഇടയിൽ മറനട്ടപ്പെട്ടു പോയി, സുന്നത്തിലൂടെ അങ്ങടുത്തു പോയി. കയ്യും കാലും ചെയ്യുന്നതൊക്കെ പടച്ചിറപ്പിന്റെ മറയില്ലാത്ത ജീവിതത്തിലായി. മകനെ ഈജിപ്തിലോട്ട് പറഞ്ഞു വിടുമ്പോഴും അറിഞ്ഞിരുന്നു മരണത്തിന്റെ കാലോച്ച. ഇതിന്റെ ഇടയിൽ പല വാർത്ത നീ കേൾക്കും, വരാൻ പാടില്ല. മകൻ അസ്ഹറിൽ നിൽക്കുമ്പോഴാണ് വാപ്പ മരിക്കുന്നത്. ഫൈലി എന്നോട് പറഞ്ഞു, വാപ്പയുടെ വാക്കോത്തപ്പ വരാൻ തോന്നിയില്ല. ഉമ്മയോട് പറഞ്ഞു, അത്രേ നീ ഒരു കാര്യം വന്നാലും ഇവനെ വിളിച്ചു വരുത്താൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം മരിക്കുന്നതിന് മുമ്പ്, എത്രയോ സമയങ്ങൾക്ക് മുമ്പ്, മരിക്കുന്നതിന്റെ തലേ ദിവസം പ്രിയപ്പെട്ട ഭാര്യ ശരീരത്തിൽ കുളിപ്പിച്ചു കൊടുക്കുമ്പോ, നന്നായിട്ട് നീ എന്നെ തേച്ച് കുളിപ്പിക്ക് എന്നു ചോദിച്ചപ്പോ, ഇനി നാളെ നിനക്ക് എന്നെ കുളിപ്പിക്കാൻ കഴിയില്ല. ആർക്കാണോ പറയാൻ കഴിയുക? എനിക്കാണ്, എന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. മരിക്കുന്നതിന്റെ തലേ ദിവസം ഭാര്യയോട് നന്നായിട്ട് കുളിപ്പിക്ക്. ഇത് സഹാബത്തിന്റെ കഥയല്ല, ഇത് താബീങ്ങളുടെ കഥയല്ല, ഇത് അയിമ്മത്തുൽ അർബയുടെ കഥയല്ല. ഈ പരിസര പ്രദേശത്ത് ജീവിച്ചിരുന്ന നിങ്ങളറിഞ്ഞ ഒരു നിലാവെളിച്ചത്തിന്റെ കഥ. ഭാര്യയോട് പറഞ്ഞു, നാളെ നിനക്ക് എന്നെ കുളിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ദുആ ചെയ്യാറുണ്ട്, ജീവിച്ചാൽ ഇങ്ങനെ ജീവിക്കണം, മരിച്ചാൽ ഇങ്ങനെ മരിക്കാൻ കഴിയണം. നിന്ന നിപ്പിൽ പെടഞ്ഞു വീട് മരിക്കുന്ന ജീവിതമല്ല. പോകുന്ന വഴിയിൽ ഒരു കെലിമ പോലും പറയാതെ പെടഞ്ഞു വീഴലല്ല. മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ അറിയണം ഞാൻ പോവുകയാണ്. മക്കളോട് സലാം പറയുമ്പോ, കുളിപ്പിക്കുന്ന സമയത്ത് ഭാര്യയോട്, നാളെ നിനക്ക് എന്നെ കുളിപ്പിക്കാൻ കഴിയില്ല. അവസാനം മരിക്കുന്ന നേരത്ത് അതേ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട്, യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദു വുജൂഹ്, മരിക്കുന്നതിന് മുമ്പ് ഒരു ഖുർആൻ ആയത്തോതി. നാളെ പരലോകത്ത് ചിലരുടെ മുഖം വെളുത്തിരിക്കും, ചിലരുടെ മുഖം കറുത്തിരിക്കും. അല്ലാഹുവേ, ആ ആയത്തോതിയിട്ട് കൊതിപ്പിക്കുന്ന മരണത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, നവ്വറല്ലാഹു മർക്കദ.
നവ്വറല്ലാഹു മർക്കദാ. ആ മനുഷ്യൻ ലോകം കണ്ട മഹാനാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മറ്റാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതെന്റെ വിഷയവുമല്ല. എനിക്ക് കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഭൂമിയിൽ മഹാനായവനെ മരിക്കുന്ന സമയത്ത് മഹാനാവാൻ കഴിയൂ. അതുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോ മയ്യത്ത് നിസ്കാരത്തിന് കണ്ട ആളുകളെ കണ്ടിട്ട് ചോദിച്ചത്, ഹാദാ അറഫ, ഇത് അറഫയാണോ? അറഫയിലല്ലാതെ ഇങ്ങനെ ഒരു ജനസഹസ്രം കണ്ടിട്ടില്ല. ഈ സദസ് ഏറ്റവും നല്ല സദസ്. ഇനി രാത്രിയുടെ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് ഈ ആയത്ത് ഓതിയിട്ടാണ് മരിച്ചിട്ടുള്ളതെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആയത്ത് ഓതിയിട്ടാണ് മരിച്ചത്. ഫസയകുഫീകഹുമുല്ലാഹ് എന്ന ആയത്ത് ഓതിയിട്ടാണ് മരിച്ചത്. അല്ലാഹുവേ, ഞങ്ങളേത് വെളിച്ചത്തിന്റെ പുറകെ നടക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് ഈ മഹത്തായ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബഹുമാനനായ വാവാട് ഉസ്താദ് എത്രയോ ദുആ സദസ്സിന് നേതൃത്വം നൽകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അത്ഭുതത്തൊട്ട് പോയിട്ടുണ്ട്. ഞാൻ ഈ ഷീൽഡ് കൊടുക്കാൻ നേരത്തൊരു പെൺകൊച്ച് കടന്നു വരുമ്പോ ഉസ്താദ് പറഞ്ഞു, വേണ്ട മോളെ, വാപ്പയെ പറഞ്ഞു കേട്. അത് ഉസ്താദ് ജീവിതത്തിൽ ശീലിച്ച ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ്. ചിലപ്പോ കണ്ടവർക്കൊരു വിഷമം ഉണ്ടാവാം. ആ വിഷമമല്ല, അത് നിലകൊണ്ട ഒരാദർശത്തിന്റെ തസവുഫിന്റെ പാതയാണ്. ചിലപ്പോ അഹമ്മദ് കബീറിന്റെ മനസ്സിലപ്പോ തോന്നിയിട്ടില്ല. കാരണം അവൻ അതിനേക്കാൾ എത്രയോ ചെറുതാണ്. അതാ നിലയുറപ്പിച്ച തസവുഫിന്റെ പാതയാണ്. അള്ളാഹു മഹാനവറുകൾക്കും ഇതേ ആഖിബത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഈ പാവപ്പെട്ടവൻ ജീവിച്ചിരുന്നാൽ അങ്ങനെ വാവാട് ഉസ്താദിനെ കുറിച്ച് പറയണം. ജീവിതം അങ്ങനെയാണ്. അള്ളാഹു ആഖിബത്തും അള്ളാഹുവേ നന്നാക്കി തരണേ തമ്പുരാനെ. ഞാൻ അതുകൊണ്ട് ഈ സദസ്സിൽ പാറന്നൂർ ഉസ്താദിന്റെ അനുസ്മരണത്തിനൊരു വാക്ക് പറയൽ ഇവിടെ വെച്ചിട്ടല്ല. ഞാൻ ഇന്നലെ കൊരട്ടിക്കരയിൽ ഇത് പറഞ്ഞപ്പോ ജനലക്ഷങ്ങൾ പൊട്ടിക്കരഞ്ഞു. എന്റെ നാട്ടിൽ കൊല്ലത്തിന്റെ വീടിന്റെ മുമ്പിൽ വെച്ച് പാറന്നൂർ ഉസ്താദിന്റെ വഫാത്ത് പറഞ്ഞപ്പോ ഇവിടെ വെച്ച് ഞാൻ പാറന്നൂർ ഉസ്താദിന്റെ മക്കളുടെ മുമ്പിലല്ല, എന്റെ വീട്ടിൽ കൊല്ലത്ത് ഞാൻ ഈ വെള്ളിയാഴ്ച രാത്രി ഉള്ളൂസിന് പ്രസംഗിക്കുമ്പോ പാറന്നൂർ ഉസ്താദിന്റെ വഫാത്ത് പറഞ്ഞപ്പോ കയ്യിൽ കിടന്ന 4 വളം വലിച്ചൂരിത്തുന്ന ഒരു സഹോദരി, ഉസ്താദേ, അങ്ങനെയൊന്നും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം, വേറൊന്നും വേണ്ട. ഈ മനുഷ്യൻ ഒരു വല്ലാത്ത മനുഷ്യനാണ്. ഇത് സുന്നത്തിലൂടെ കിട്ടിയ ബന്ധമാണ്. സഹോദരങ്ങളെ, അണ്ടിക്കോട് ഞാൻ പറയുമ്പോ 35 വർഷം ഡോക്ടറെ കണ്ടുപിടിക്കാത്ത രോഗം ഈ സദസ്സിലെ സലാത്ത് കൊണ്ട് മാറിയിട്ടുണ്ട്. ഈ പ്രവർത്തകർ ഈ മഹാനായ പാറന്നൂർ ഉസ്താദിന്റെ അടുക്കൽ പോയി ഒരു ഹിഫ്ദുൽ ഖുർആൻ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ വേണ്ട, ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം തുടങ്ങാൻ അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ്. ആ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞാൻ ഈ സദസ്സിന് ചോദിക്കുന്ന ആദ്യത്തെ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏത് പ്രയാസമാണോ അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉസ്താദിന്റെ നാവ് കൊണ്ട് പറഞ്ഞ അത്രയും നല്ല വഫാത്ത് നൽകിയ മനുഷ്യന്റെ നാവ് കൊണ്ട് പറഞ്ഞ ഒരു സംരംഭമാണിത്. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവൻ അല്ലാഹു അവന് ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1,06,666 രൂപ ഈ ഖുർആൻ കേന്ദ്രത്തിന് വേണ്ടി, വേറൊന്നിനുമല്ല, അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി. അല്ലാഹുവേ, അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരൊറ്റാളും എഴുന്നേക്കരുത്. കാരണം ഇതെന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയ ഒരു വാക്കാണിത്. സദസ്സിലുണ്ട് ഈ സഹോദരൻ. ഞാൻ കഴിഞ്ഞ 4-ാം തീയതി കൊപ്പം മക്കാമിൽ വെച്ച് ഖുർആൻ, ക്യാൻസറിന് ഖുർആനിലൂടെ മോചനം എന്ന ഒരു വലിയ വിഷയം, ലോകാവസാനത്തിന് ശേഷം ഞാൻ സംസാരിച്ച ഒരു വല്ലാത്ത വിഷയം. 99% ക്യാൻസർ ബാധിച്ചിട്ട് തിരുവനന്തപുരം ആസിസിൽ ഡോക്ടർ മടക്കിയ രോഗിയടക്കം 300 ക്യാൻസർ രോഗികളുടെ മുമ്പിൽ വെച്ച് ഖുർആന്റെ ചികിത്സ ക്യാൻസറിലൂടെ പറഞ്ഞു കൊടുത്തു. അതിൽ പങ്കെടുത്ത ഒരു സഹോദരനാണ് ബഹുമാനപ്പെട്ട ഉസ്താദേ.
ഖുർആനിലൂടെ ക്യാൻസർ ശമിക്കുമെന്നത് 100% ശരിയാണ്. ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ നിന്നും പഠിച്ച ദിക്ർ സ്ഥിരമാക്കുകയും സ്ഥിരമായി ഖുർആൻ പാരായണം ചെയ്തപ്പോൾ എന്റെ അസുഖത്തിന് ശമനമുണ്ട്. നട്ടെല്ലിനെ ക്യാൻസർ ബാധിച്ച് സർജറി ചെയ്ത് നട്ടെല്ല് കട്ട് ചെയ്ത് ട്യൂമർ നീക്കം ചെയ്ത് റേഡിയേഷനും ചെയ്ത് വീട്ടിൽ കിടക്കുമ്പോഴാണ് ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. പ്രഭാഷണങ്ങൾ ഉസ്താദ് നിർദ്ദേശിച്ച ദിക്ർ സ്ഥിരമാക്കിയ അസുഖത്തിന് ശമനമുണ്ട്. നടക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. നട്ടെല്ല് മുറിച്ചു കളഞ്ഞിട്ട് നടക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. എനിക്കിപ്പോൾ നല്ലപോലെ നടക്കാൻ കഴിയുന്നുണ്ട്. മൻസൂർ അലി പാലത്ത് എന്ന സഹോദരൻ ഈ സദസ്സിലുണ്ട്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ സദസ്സിൽ അദ്ദേഹം ഇപ്പോൾ എഴുതി തന്നതാണിത്. അല്ലാഹുവേ, എത്രയെത്ര മാറാരോഗങ്ങൾ ഈ സദസ്സ് കൊണ്ട് മാറിയിട്ടുണ്ട്. അല്ലാഹുവേ, സ്വീകരിക്കണേ തമ്പുരാനെ. ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഖുർആനിന് വേണ്ടി ലോകത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നല്ല സദഖ 1,06,666 രൂപ ഉസ്താദെ ഈ സദസ്സിൽ വെച്ച് ഞാൻ നൽകാം. ആഗ്രഹത്തോടെ ഇപ്പൊ വാഗ്ദാനം ചെയ്ത് പിന്നീട് പ്രവർത്തനം തുടങ്ങുമ്പോൾ ആരാ ഇൻഷാ അല്ലാഹ് ആദ്യം ഇതിനു വേണ്ടി ഒരു തറക്കല്ലിടുമ്പോ ആദ്യം അതിനു വേണ്ടി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഖിയാമത്ത് നാൾ വരെ ഖുർആൻ ഓതുമ്പോ ആ ഖുർആന്റെ പ്രതിഫലം അവസാനം വരെ എത്താൻ നട്ടെല്ല് മുറിച്ചിട്ട് നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ രോഗി ഈ സ്വലാത്ത് കൊണ്ട് ദുആ കൊണ്ട് എഴുന്നേറ്റ് നടന്നു എന്ന് ഈ സദസ്സിൽ പറഞ്ഞ സദസ്സാണിത്. ഒരാഗ്രഹം മുൻനിർത്തി രോഗങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വസ്തു വാങ്ങിച്ചിട്ട് കുടുങ്ങിപ്പോയവരുണ്ട്. അള്ളാഹു എല്ലാം മാറ്റി തരട്ടെ. ആദ്യം ഒരാൾ പറയുക 1,06,666 രൂപ. ആരാ പറയുക ഈ സദസ്സിൽ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 1,06,000 തഖബ്ബൽ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ. ആദ്യം പറഞ്ഞ ആ സഹോദരൻ വലിയൊരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ ഡോക്ടർ, ഞാനിത് വെറുതെ പറയുന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് മൻസൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പുസ്തകത്തിന്റെ കയ്യിൽ കൊടുത്ത ഒരു അനുഭവമാണിത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് സാധാരണ ചില ആളുകൾ ചെയ്യും പോലെ നേരത്തെ പറഞ്ഞിരുത്തി കൊണ്ടുവന്ന് പറയിപ്പിക്കുന്ന കറാമത്തൊന്നും അല്ല ഇത്. ഈ കറാമത്ത് അങ്ങനെയുള്ള കറാമത്തുകളൊക്കെ ഉണ്ട്. ഇത് സാറ്റലൈറ്റ് കറാമത്തോ ഇത് അങ്ങനത്തെ നെറ്റ്വർക്ക് കറാമത്തല്ല. ഇത് ഈ സദസ്സിൽ അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് നടത്തിയ ഖൈറുകളാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ആ സഹോദരൻ അദ്ദേഹത്തിന് ആ സമ്പത്ത് വരുന്ന ഒരു മാർഗമുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഈ 1 ലക്ഷം നിങ്ങൾക്ക് പാഴാവില്ല. ഇതിന്റെ 10 ലക്ഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉടനെ തന്നെ തിരിച്ചു കിട്ടും. ആ ഒരു നിയ്യത്തോടെ രണ്ടാമത്തെ ആൾ ഇത് കഴിയുമ്പോൾ ഇതിനു വേണ്ടി തയ്യാറാകണം. ബക്കർക്ക അല്ലേ? ബക്കർ അല്ലേ? ബക്കർ അലി ശംസുദ്ദീൻ. ഇത്ര എനിക്കറിയാന്ന് മനസ്സിലായില്ലേ? അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ ദീനി കാര്യങ്ങൾക്കും ഞാൻ കുവൈറ്റിൽ വാതു പറയുമ്പോ അദ്ദേഹത്തിന്റെ സഹോദരൻ അലി ഞങ്ങൾ എല്ലാവരും കൂടി ഉസ്താദിന്റെ സ്ഥാപനത്തിൽ ഒരു കുട്ടിയെ ഹാഫിളാക്കാനുള്ള ചെലവ് 1.5 ലക്ഷം രൂപ അവർ ഏറ്റെടുത്തു. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. 2 പേർ. ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ ആൾ കൂടെ ഒരു 3 സലാത്ത് ഉറക്കെ ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد والآل أهل البيت سلم الله. ഇപ്പോൾ വാവാട് ഉസ്താദ് ഇടയ്ക്ക് പോകുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ദുആ 1 മിനിറ്റ് ഉസ്താദ് കൂടെ ഉള്ളപ്പോൾ ഞാൻ ചോദിച്ചത് കൊണ്ട് ഇപ്പൊ പിരിക്കാൻ വേണ്ടല്ലോ. ഉസ്താദ് ഇപ്പൊ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതൊക്കെ പറയുന്നെങ്കിലും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ആരാണെന്ന്. ഈ വെള്ള വസ്ത്രത്തിന്റെ ഉള്ളിൽ അഹമ്മദ് കബീർ ആരാന്ന് എന്നെ കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എന്റേതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല, പറയുന്നുമില്ല. പക്ഷെ എന്റെ സദസ്സിൽ വരുന്ന ആളുകൾ നിസ്സാരക്കാരല്ല. അഹമ്മദ് കബീറിന്റെ ഒരു കറാമത്തായിട്ട് നിങ്ങൾ കണക്കേണ്ട. അതുവരെ ഒന്നും ഇവൻ എത്തിയിട്ടില്ല. അള്ളാഹു അവിടെ വരെ എത്തിക്കട്ടെ. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. അള്ളാഹു ആ ചിന്ത അങ്ങനെ തരാതിരിക്കട്ടെ. അപ്പോഴാണ് പലർക്കും പിഴച്ചു പോയത്. ഞാനാണ് വലുത് എന്ന് തോന്നിയപ്പോഴാണ് പലർക്കും പിഴവുണ്ടായത്. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാക്കട്ടെ, അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. ഏറ്റവും വലിയ എന്നോട് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഒരു സദസ്സിൽ വച്ചിട്ട് പറഞ്ഞു, ബാക്കവി ഇത് നിങ്ങളുടേതാണെന്ന് ചിന്തിക്കേണ്ട, ഇത് നിങ്ങളുടെ സദസ്സ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട തങ്ങളിരിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ ആൾക്കൂട്ടമൊക്കെ ഒരു ട്രെൻഡാണ്. ഞാൻ വാത് കഴിഞ്ഞിറങ്ങിയപ്പോ തങ്ങൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ ആ വാക്ക് പറയരുത്, ഇത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയൊരു കബൂലിയത്താന്നേ പറയാവൂ. ഞാൻ വെറുതെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു.
അപ്പൊ അങ്ങനെ ഒരു വിവരദോഷിയാണ് ഞാൻ ഞാൻ എവിടെ വാതിന് പോയാലും ഒരു പച്ച കുപ്പായിട്ടൊരു മനുഷ്യൻ വരും. എല്ലാ സമയത്തും വന്നിട്ട് എന്റെ അടുക്കൽ വന്ന് കൈ നീട്ടും, എന്തെങ്കിലും തരാൻ പറയും. എന്റെ കൂടെ എനിക്ക് ന്യൂ ഇയർ പ്രഭാഷണത്തിൽ കാറ് സമ്മാനിച്ച അബ്ബാസ് ഹാജി ഉണ്ട്. ഇദ്ദേഹത്തെ കണ്ട എല്ലാ സദസ്സിലും വരും. ഒരു 5000 റുപ്യ എടുത്തിട്ട് കൈ കൊടുക്കും, വാങ്ങിച്ച് വലിച്ചെറിഞ്ഞോളൂ. വേണ്ട, എന്റെ അടുത്ത് ഒന്ന് വാക്കവി എന്തെങ്കിലും തരാൻ പറയും. ഞാനൊരു 100 റുപ്യ എടുത്ത് കൊടുക്കും, വലിച്ചെറിഞ്ഞു. അവസാനം എന്നോട് ഒരു 10 റുപ്യ തരാൻ പറയും. 10 റുപ്യ ഞാൻ എവിടെ പോയാലും ആ മനുഷ്യൻ വരും, 10 റുപ്യ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് അദ്ദേഹം ഇതേവരെ 5 പൈസ വാങ്ങിച്ചിട്ട്. എല്ലാ സദസ്സിലും ആ മനുഷ്യനോട് ഒരു മസ്താനാണ്. ആ ഒരു ആമീനാണ് യഥാർത്ഥത്തിൽ സദസ്സിന്റെ വലുത്. അള്ളാഹു സ്വീകരിക്കട്ടെ. വാവാട് ഉസ്താദുണ്ട്, ഇപ്പോ സ്ഥലത്ത് കഴിഞ്ഞാൽ പോകും. ഞാൻ ഉസ്താദിനെ പിടിച്ചിരുത്തിയതാണ്. ഒരാമീൻ പറയാൻ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് കൈ നെഞ്ചിന് നേരെ പിടിച്ച് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. ഞാനിവിടെ വാള് പറയുമ്പോൾ ഉസ്താദ് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ സദസ്സ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും തീർച്ച. അബ്ദുൽ അസീസ് വെള്ളച്ചാലിൽ അല്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ആഗ്രഹത്തോടെ ഈ സദസ്സിലേക്ക് വിശുദ്ധമായ ഖുർആനിന് ഒരു ശിലാസ്ഥാപനം നടക്കുമ്പോ നിന്റെ കലാമിന് വേണ്ടി പറഞ്ഞ അബ്ദുൽ അസീസ് എന്ന സഹോദരൻ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ആഗ്രഹത്തോടെ ആദ്യം എഴുന്നേറ്റ് ഉസ്താദേ തുടക്കക്കാരൻ ഞാനെന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖല ഏതാണോ അതിലിതിന്റെ 10 ഇരട്ടി ലാഭം നൽകണേ തമ്പുരാനെ, നൽകണേ തമ്പുരാനെ. അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. റബ്ബേ, ഇതിനു പകരം അദ്ദേഹത്തിന്റെ മക്കളെ ഖുർആൻ പഠിക്കുന്ന, ഖുർആനിനെ സ്നേഹിക്കുന്ന പൊന്നു മക്കളാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ, സൗർ ഗുഹയിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞതാണ്, ഇന്നല്ലാഹ സാലിസു, അല്ലാഹുവാണ് മൂന്നാമൻ. ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, 2 അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, 3 ഇന്നല്ലാഹ സാലിസു. ഈ മൂന്നാമത്തെ ആളോട് പറഞ്ഞാൽ ആരാ? ഒന്ന് കൈബന്ധിക്കാൻ പറയാ, അത് പറ. അല്ലാഹു കബൂലാക്കട്ടെ. 3 സലാത്തുൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഉമ്മർ കോയ കിണറ്റിൻകര എന്ന സഹോദരൻ 1,06,666 രൂപ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ആ സഹോദരന് വേണ്ടിയാണ് ഈ 1000 സ്വലാത്ത് ചൊല്ലിയത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് റബ്ബേ, ആ സഹോദരനത് പറയുമ്പോ മനസ്സിലേത് മുറാദാണോ അത് ഹാസിലാക്കണേ തമ്പുരാനെ, ഹാസിലാക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയ പ്രയാസമുണ്ടെങ്കിൽ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേ തമ്പുരാനെ. 1 ഉസ്താദേ, 1 അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, 2 ഉമർ റളിയല്ലാഹു തആല അൻഹു, 3 സയ്യിദുന ഉസ്മാൻ, 4 ബഹുമാനപ്പെട്ട സയ്യിദുന അലിയുൽ മുർത്തള റളിയല്ലാഹു തആല. അല്ലാഹു കബൂലാക്കട്ടെ. പറപ്പാറമൽ മുഹമ്മദ് സാഹിബ് 1,06,666 രൂപ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. അല്ലാഹുവേ, പാതിരാത്രിയിൽ ദുആ ചെയ്യുമ്പോ പറപ്പാറമൽ മുഹമ്മദ് സാഹിബ്, അല്ലാഹുവേ, ഈ സദസ്സിന് വേണ്ടി ചെയ്ത സദഖയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ റബ്ബേ. അത്ഭുതങ്ങൾ നടന്ന ഈ സദസ്സിൽ അല്ലാഹുവേ, നട്ടെല്ല് പോലും മുറിച്ചു കളഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞ അല്ലാഹുവേ, ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഈ സദസ്സിന്റെ കറാമത്ത് കൊണ്ട് ഇവിടെ
ഇവിടെ ഒരുമിച്ച് കൂടിയ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധ നിഅമത്തും അദ്ദേഹത്തിന് നൽകണേ അല്ലാ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ പടച്ചവനെ അദ്ദേഹത്തിന്റെ മക്കളെ സാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പ്രയാസങ്ങൾക്കൊരരുതി വരുത്തണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, 4 സഹോദരങ്ങൾ അല്ലാഹു ഖുലഫാഉർ റാഷിദീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നാളെ അവരുടെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി ഉമർ റളിയല്ലാഹു തആല ഒരു പാതിരാതീരത്തിന്റെ ജനത്തിന്റെ ഇടയിലൂടെ നടക്കവേ ഉമർ റളിയല്ലാഹു തആല പാതിരാ സമയത്ത് നടന്നു പോകുമ്പോ ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല പാതിരാ സമയത്ത് ഒരു കർഷകൻ വീട്ടിലിരുന്ന് ഖുർആൻ ഓതുകയാ. വതൂരി വകിതാബിൻ മസ്തൂർ ഫീ റക്കിൻ മൻശൂർ വൽബൈത്തിൽ മഅമൂർ എന്ന സൂറത്ത് തൂർ പാരായണം ചെയ്യുമ്പോ ഉമർ റളിയല്ലാഹു തആല ഒട്ടകപ്പുറത്ത് രാത്രിയിൽ സഞ്ചരിക്കുകയാ. സൂറത്ത് തൂറിന്റെ ആയത്ത് കേൾക്കവേ ഉമർ റളിയല്ലാഹു തആലവിന്റെ നെഞ്ചു പടഞ്ഞു പോയി. ആ ആയത്ത് കേട്ട ഉമർ റളിയല്ലാഹു തആല ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അവസാനം ആയത്ത് ഓതിയോരു ഇന്ന അദാബ റബ്ബിക ലവാഖി, അല്ലാഹുവിന്റെ ശിക്ഷ ഇതാ വരാൻ പോകുന്നു, പടച്ചറപ്പിന്റെ ശിക്ഷ ഇറങ്ങാൻ പോകുന്നു എന്നായത്തെത്തിയപ്പോ ഉമർ റളിയല്ലാഹു തആല പേടിച്ചു വിറച്ചുപോയി. ആയത്തങ്ങട് കേൾക്കേണ്ട താമസം പടച്ചറപ്പിന്റെ അദാബ് ഇറങ്ങാൻ പോവുകയാണ്. ഉമർ പൊട്ടിക്കരയാൻ തുടങ്ങി. കണ്ണിലൂടെ കണ്ണുനീര് തകന്തല്ലാത്തൊടുകാൻ തുടങ്ങി. അവസാനം പേടിച്ചു അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള ഓർമ്മ വന്നപ്പോ പേടിച്ചു വീഴാൻ പോയപ്പോ വീഴാതിരിക്കാൻ ഒട്ടകത്തിന്റെ മുകളിലേക്ക് ചാരി നിന്ന് ആ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് പള്ളിയിലേക്ക് എത്തുകയാ. ആ പള്ളിയിലെത്തിയിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞ് കിടന്നതാണ്. പിന്നീട് 1 മാസം കഴിഞ്ഞിട്ടാണ് പനി മാറിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലെ രാത്രിയുടെ 2ാമത്തെ ഭാഗം പാതിരാ സമയത്തൊരായത്ത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തആല ആദ്യമായിട്ടല്ല ഈ ആയത്ത് കേൾക്കുന്നത്. പലപ്പോഴും മഗ്രിബ് നമസ്കാരത്തിന് ഹബീബായ നബി തങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ട്. എല്ലാ പ്രാവശ്യവും എപ്പോഴും കേൾക്കുന്ന ആയത്ത്. പക്ഷേ രാത്രി സമയത്ത് ആരുമില്ലാത്ത വിജനതയിൽ ഒരു രാത്രിയുടെ ഇടയിൽ ആയത്ത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തആല പേടിച്ച് പനി പിടിച്ചു പോയി. ആ പനി പിന്നീട് മാറിയത് 1 മാസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് രാത്രിയിൽ ഖുർആൻ ഓതുക, രാത്രിയിൽ ഖുർആൻ ഓതുക. അതുകൊണ്ടാണ് ഖുർആൻ രാത്രിയിലെ 2ാമത്തെ വേളി എന്ന് തഹജ്ജുദ് നമസ്കരിക്കുക. 2 വറത്തില് ഖുർആന തർതീലാ, വറത്തില് ഖുർആന തർതീലാ. അല്ലാഹുവിന്റെ റസൂലിനോട് പോലും അല്ലാഹു പറഞ്ഞതാണ് ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. രാത്രിയിലിരുന്ന് ഖുർആൻ ഓതി നബിയേ. എന്റെ ഈ ചെറുപ്പക്കാരെ ക്ഷണിക്കുകയാ, എന്റെ ഈ സഹോദരിമാരെ ക്ഷണിക്കുകയാ. ഒരു പുതിയ സംസ്കാരം വീട്ടിന്റെ ഉള്ളിൽ രൂപാന്തരപ്പെടുത്താൻ പാതിരാ സമയത്ത് രാവിലെ രാത്രിയുടെ അവസാന സമയം 4 മണിക്ക് എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ പെങ്ങളെ നിനക്ക് കഴിയുമോ? സഹോദരാ നിനക്ക് കഴിയോ? ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പാതിരാ സമയത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ വതമനദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. നാളെ നരകത്തിന്റെ ഇരുമ്പ് കൊളുത്തുകളെ കുറിച്ചുള്ള ആയത്ത് കേട്ടപ്പോ പെങ്ങളെ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല ബോധരഹിതരായി താഴെ വീണു. രാത്രിയിലാണോ ഓതേണ്ടത്? ഈ സംസ്കാരം പഠിക്കുക. രാത്രിയെ അധിനിവേശത്തിന്റെ മലീമസമാക്കുന്ന സംസ്കാരം മാറ്റുക. എന്നിട്ട് രാത്രിയിൽ ഖുർആൻ ഓതുക. ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. കഴിവുള്ളിടത്തോളം അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുക. അല്ലാഹു നമുക്ക് ആ സംസ്കാരം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. 2ാമത് അപ്പൊ ഇപ്പൊ എത്ര കാര്യം പറഞ്ഞു? 1 തഹജ്ജുദ് നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒന്ന് തീരുമാനിച്ചൂടെ? ഉറക്കപ്പറ. ഒരു സഹോദരി അല്ലാഹു കബൂലാക്കട്ടെ. ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ.
അല്ലാഹുവേ, ഇത് പാതിരാത്രി ഞങ്ങൾ ഈ ചൊല്ലുന്ന സലാത്ത് സഹോദരിയുടെ മനസ്സിന്റെ മുനാറ് ഹാസിലാകാൻ നീ കാരണമാക്കണേ തമ്പുരാനെ. സ്വർണമല്ല 1,06,666 വരാൻ തീരുമാനിച്ച ആ സഹോദരി, അവരുടെ മക്കളെ നീ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാനെ പോലെ സാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാ. ആ ഉമ്മയ്ക്ക് നാളെ ഏറ്റവും വലിയ ഊന്നുവടിയായി പൊന്നുമക്കളെ നൽകണേ തമ്പുരാനെ. നാളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്തെങ്കിലും രോഗങ്ങളുടെ അല്ലാഹുവേ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. ആ സ്ത്രീയെ അല്ലാഹു അവസാനം വരെ കുടുംബത്തിൽ സമാധാനത്തോടെ ജീവിപ്പിക്കണേ തമ്പുരാൻ. 25,000 രൂപ അബൂബക്കർ പൊയിലിൽ പറഞ്ഞു. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച കുവൈറ്റിൽ പോയതാണ്. അല്ലാഹുവേ, കുവൈറ്റിലിരുന്നിട്ട് ആ സഹോദരൻ പറഞ്ഞ സദക്ക ആ പൊരുവെയിലിന്റെ മണനാരുണ്യത്തിന് ആശ്വാസമാക്കണേ റബ്ബേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. കഴിഞ്ഞ ആഴ്ച ഞാൻ കുവൈറ്റിൽ പോകുമ്പോ എത്രയെത്ര ആളുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്. അവർക്ക് ഓരോരുത്തർക്കും ആ ദുആകള് റബ്ബേ നീ കബൂലാക്കണേ തമ്പുരാനെ. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആ കോഴിയുടെ പേര് ശവായി കോഴി അല്ലെ. നല്ല തീയിൽ ഇങ്ങനെ വെച്ചിട്ട് കോഴിയുടെ തൊലി ഉരിച്ചിട്ട് കോഴിയുടെ തൊലി ഉരിക്കും. ഇങ്ങോട്ട് നോക്ക് തിന്നുമ്പോ ചില കാര്യമൊക്കെ ഓർക്കണം. കോഴിയുടെ തൊലി ഉരിക്കും, എന്നിട്ട് നല്ല തീ ഇങ്ങനെ ആളി കത്തിക്കും, എന്നിട്ട് ഇതിന്റെ പച്ച മാസം അങ്ങോട്ട് കറക്കി കൊടുക്കും. അപ്പൊ ഇത് നന്നായിട്ട് തീയില് വേഗം. ഈ വേഗുന്ന കോഴിയുടെ പേരാണ് ശവായി. അതിങ്ങനെ തിന്നുമ്പോ ഒരായത്തുറക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു സഹോദരി, അവരുടെ 2 കുട്ടികളാണ്. ഒരു കുട്ടി മരിച്ചുപോയി, രണ്ടാമത്തെ കുട്ടി 4 വർഷമായി അസ്വസ്ഥതയിലാണ്. ഈ സ്ഥാപനത്തിന് വേണ്ടി 1,06,666 രൂപയുടെ ചെങ്കല്ല്, കെട്ടിടത്തിന് ആവശ്യമായ ചെങ്കൽ ഇൻഷാ അല്ലാഹ് ആ സഹോദരി ഏറ്റെടുക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ഈ ആയത്ത് പറയാൻ മുമ്പ് 3 സ്വലാത്ത്. 2 മക്കളാണ്, ഒന്ന് പോയി, ഇനി ഒന്നേ ഉള്ളൂ. അവരാകെ അത്താണി. ഈ സദസ്സ് കൊണ്ടത് ഖൈറായി കിട്ടണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ മരിച്ചുപോയ മകന്റെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. ആ ഉമ്മയ്ക്ക് വാലിലാളിച്ചു കൊതിരാത്ത പൊന്നുമോന് ഇനി ലാളിക്കാ സ്വർഗത്തിൽ നീ കൂട്ടിക്കൊടുക്കണേ അല്ലാ. 4 വർഷമായി രോഗം ബാധിച്ചു കിടക്കുന്ന പൊന്നുമോന് അല്ലാഹുവേ ആ പൊന്നുമോന് നീ ഈ സദസ്സിന്റെ, ഈ സലാത്തിന്റെ, ഈ ഖുർആന്റെ സ്ഥാപനത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ രോഗം നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. അതിന്റെ ശിഫ ഏതും മരുന്നിലാണോ അതിലേക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ആ ഏക അത്താണി ആ മകനാണ്. ആ മകനെ കൂടെ രോഗത്തിലാക്കിയ ഉമ്മയെ നീ കട്ടപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കല്ലാ ഇന്നഹാ ലലാ നസാഅതൽ ലിശ്ശവാ. കല്ലാ ഇന്നഹാ ലലാ നസാഅതൽ ലിശ്ശവാ തദൂ മൻ അദ്ബറ വതവല്ലാ. യഥാർത്ഥത്തിൽ മോനെ പാതിരാത്തിൽ പോയി ശവായി കോഴി കടിച്ചു തിന്നുമ്പോ അത് തിന്നരുതെന്നല്ല, അതിലപാകതയുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് പാതിരാ സമയത്ത് നിന്റെ ഇമാനത്തിന് സുബഹിക്ക് തടസ്സമാകുമ്പോ ആ സുബഹി നമസ്കരിക്കാറ് പാതിരാ സമയത്ത് കോഴിക്കോട് ബീച്ചിൽ പോയി ഉല്ലസിച്ചിട്ട് സുബഹി പോലും കളാക്കി കിടക്കുമ്പോ കോഴി എന്തെന്നിട്ട് വരുമ്പോ അള്ള പറയാണ്, നീ ഓർക്കുന്നുണ്ടോ നരകത്തിന്റെ കത്തിക്കാളുന്ന തീയെ കുറിച്ച് പറഞ്ഞിട്ട് അള്ള പറയുകയാണ്, കല്ലാ നീ ഉദ്ദേശിച്ചത് പോലെയല്ല പെണ്ണ്. ഇന്നഹാലമാ, ആ നരകം കത്തിക്കാളുന്ന തീക്കുണ്ടമാണ്. അതാണ് നസാഅത്തൽ ലിശ്ശവാ.
നസാഅത്തൽ ലിശ്ശവായ്. ശവായ് കോഴിയെ പറഞ്ഞതുപോലെ നസാഅത്തൽ ലിശ്ശവായ്, തീര് വെച്ചിട്ട് തോലുരിഞ്ഞിട്ട് കോഴിയെ ചുട്ടെടുക്കുന്നത് പോലെ നാളെ നരകത്തിൽ കുല്ലമാ നലജത്ത് ജുലൂദുഹും വബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നാളെ മനുഷ്യന്റെ തൊലി ഉരിഞ്ഞിട്ടാണ് നരകത്തിന്റെ തീര് വെക്കുക. എടമോനെ, ഇതേപോലെ പൊന്നുമോളെ നിന്റെ ശരീരത്തിന്റെ തൊലി ഉരിഞ്ഞിട്ട് നരകത്തിന്റെ തീരല്ലാഹു നിന്നെ ഇതേപോലെ ചുട്ടെടുക്കും. ആ ചുട്ടെടുക്കുന്ന പച്ചമാംസത്തിന്റെ പേരാണ് നസാഅത്തൽ ലിശ്ശവായ്. നിങ്ങൾ എന്താ വിചാരിച്ച ശവായ് കോഴി എന്ന് എഴുതിയപ്പോ അത് അറബി പഠിപ്പിച്ചെന്ന്? ഖുർആനാണ് ആദ്യ ശവായ് എന്ന പദം പറഞ്ഞത്. സൂറത്തുൽ മആരിജ് നസാഅത്തൽ ലിശ്ശവാ എന്ന് ഓതുന്നെങ്കിലും അവസാന അലിഫ് യാഉ ആണ് അല്ലേ? അവസാന അല്ലാഹ് പറയുകയാണ്, കുട്ടിയെ ഇതേപോലെ നരകത്തിൽ വെച്ചിട്ട് തൊലി ഉരിച്ചു മാറ്റിയിട്ട് നരകത്തിന്റെ തീരെ നിന്നെ ചുട്ടെടുക്കും. അത് നിനക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാക്കുക. സുബ്ഹിയില്ല, അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുബ്ഹി കളാക്കുന്നവർ കേട്ടോളുക. സുബ്ഹി കളാക്കുന്നവർ കേട്ടോളുക. രാത്രിയുടെ അവസാനത്തെ യാമം, പകലിന്റെ തുടക്കം, ആ സമയത്ത് നീ എഴുന്നേൽക്കുക. ഖുമില്ലൈല ഇല്ലാ ഖലീലാ വമിനൽ ലൈലി അഖിമിസ് സ്വലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്നൽ ഫജ്റ കാന മശ്ഹൂദാ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. നാളെ നിന്നെ സാക്ഷിയായി വരേണ്ട സ്വലാത്താണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. പാതിരാ സമയത്ത് മുഴുവൻ അശ്ലീലവും കണ്ടിട്ട്, മുഴുവൻ സീരിയലും കണ്ടിട്ട്, മുഴുവൻ സിനിമയും കണ്ടിട്ട് സുബ്ഹി കളാക്കിയിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരൊറ്റ പെണ്ണിന്റെയും ഒരൊറ്റൊരുത്തന്റെയും വീട്ട് അവന്റെ മുസീബത്തുകൾ വിട്ടുമാറില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് സഹോദരങ്ങളെ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ച് സുബ്ഹിക്ക് 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അതിനുശേഷം ഖുർആൻ ഓതുക. വറത്തിൽ ഖുർആന തർതീലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രാത്രിയിൽ ഖുർആൻ ഓതിയാൽ ഖുർആൻ കൽബിലേക്ക് ഇറങ്ങും. കരയിൽ നിന്ന് അവിടെ നിന്ന് കരയും. അല്ലാഹു നമുക്ക് ഖുർആൻ ഓതി കരയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു ഖുർആൻ ഓതി കരയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രിയിൽ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്താ? രാത്രി ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം സ്കൂൾ അടിക്കല. രാത്രി ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഖുർആനൊക്കെ ഓതി മടക്കി വെച്ചിട്ട് മിസ് കോൾ അടിക്കുക. അവിടുന്ന് തിരിച്ചടുത്ത മിസ് കോൾ. ഹൈ, എന്താ കഥ? ഞാനിപ്പോ കൊപ്പത്ത് ക്യാൻസറിനെ കുറിച്ച് വാദം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സഹോദരി എഴുതി തന്നു എന്റെ അടുക്കൽ, ഉസ്താദെ എന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ. ചെന്ത നോക്കി താഴെ എഴുതിയിരിക്കുന്നു, എന്റെ ഭർത്താവിന് 3 പെണ്ണുങ്ങളുമായിട്ട് അവിഹിത ബന്ധമുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി എഴുതി തന്ന. അതിന് രസന കാട്ട ആളുകളുണ്ടാവും, ആ സദസ്സിൽ വന്ന ആളുകളുണ്ട്. അവിടെ വായിച്ചതാണ്. അതിന് അത്ഭുതം വേറൊന്നുമല്ല. എന്നിട്ട് ആ പെണ്ണ് എഴുതിയിരിക്കുകയാണ്, എന്റെ ഭർത്താവിന് 3 പെണ്ണുങ്ങളുമായിട്ട് അവിഹിത ബന്ധമുണ്ട്. ആ 3 പെണ്ണുങ്ങളും ഉസ്താദിന്റെ വാതിലൊക്കെ മുമ്പിൽ വന്നിരിപ്പുണ്ട്. ഇതൊരു സദസ്സിന് 80,000-ലധികം ആളുകൾ കൂടിയ സദസ്സാണിത്. ക്യാൻസറിനെ കുറിച്ച് ഞാൻ അതിന്റെ കാസറ്റ് ഇൻഷാല്ലാ ഉടനെ ഇറങ്ങും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു അവൻ മിടുക്കുന്ന ഏതായാലും വിത്ര സുന്നത്താക്കിയിട്ടോ 3 എണ്ണമായിട്ട് ബന്ധമുണ്ട്. ആ 3 എണ്ണം വാതിലൊക്കെ എവിടെ ഉണ്ട്? അവരടക്കം 4 ആളുകളുണ്ട്. ജമാഅത്ത് പൂർത്തിയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഇതാണ് അവസ്ഥ. നിക്കാരമുണ്ടോ? ഉണ്ട്. തഴമ്പുണ്ടോ? ഉണ്ട്. തൊപ്പിയുണ്ടോ? ഉണ്ട്. താടിയുണ്ടോ? ഉണ്ട്. പർദ്ദയുണ്ടോ? ഉണ്ട്. അരയിടത്ത് പെൺവാണിഭത്തിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്ത പെണ്ണും ഈ പർദ്ദ ഇട്ടിട്ടുണ്ട്. പേരാമ്പ്രക്കടുത്ത് സഹില എന്ന 9ാം ക്ലാസ്സിൽ കിടക്കുന്ന പെണ്ണിനെ അടക്കം ആത്മഹത്യയിലോട്ട് കടത്തിക്കൊണ്ടുപോയ ഈ കോഴിക്കോട് കണ്ട ഏറ്റവും നിഷ്ഠൂരമായ പെൺവാണിഭത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം പെൺമക്കളുടെ പ്രായമുള്ള പാവപ്പെട്ട നിഷ്കളങ്ക പെൺകുട്ടികളെ, സ്കൂളിലോട്ട് വരുന്ന പെൺകുട്ടികൾക്ക് കൂട്ടുകാർക്ക് വ്യഭിചരിക്കാൻ സ്ഥലമുണ്ടാക്കി കൊടുത്ത പെണ്ണ് അവളെ കോടതിയിൽ ഹാജരാക്കിയപ്പോ അവൾക്ക് ഇതിനേക്കാളും വലിയ മക്കനെയുണ്ട്.
ഇതെന്താ ഇതിന്റെ അവസ്ഥ? പണ്ട് പറതയിട്ടപ്പോ തക്കവയുണ്ടെന്ന് പറയായിരുന്നു, ഇപ്പൊ അതുമില്ല. തടമുണ്ടോ? എടപ്പാളി ലോഡ്ജിൽ കള്ളു കുടിക്കാൻ കൊടുക്കാത്തതിന് മാനേജരെ കുത്തിക്കൊന്നവന്റെ പേര് സാലിഹെന്ന. അവന് സാലിഹ, അവൻ 1-ാം പ്രതി സാലിഹൻ. എല്ലായിടത്തും തഖ്വ ശരീരത്തിലും ഹൃദയത്തിലോട്ട് ഇറങ്ങുന്നില്ല. ഇറങ്ങണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പകലിലെ കാട്ടിക്കൂട്ടൽ കൊണ്ട് തഖ്വ ഉണ്ടാവില്ല. തഖ്വ ഉണ്ടാകണമെങ്കിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, രാത്രിയിൽ എഴുന്നേക്കണം. ഞാനും നമ്മുടെ റബ്ബും മാത്രം, വേറെ ആരും ഉണ്ടാവില്ല. ഞാനും എന്റെ റബ്ബും മാത്രം. ആ സമയത്ത് കിട്ടുന്ന ഇബാദത്തിന്റെ മാധുര്യം പൊന്നുമോനെ കോഴിക്കോട് ആലോചിക്കിട്ടില്ല. സാധാരണ ഒരു ഹോട്ടലിൽ ചോറിനിട്ട് നമ്മൾ പറയില്ലേ, നല്ല ചോറ, നല്ല കറിയാ, ടേസ്റ്റ് ഉണ്ട് വരാൻ. ഇത് ടേസ്റ്റ് അറിഞ്ഞിട്ട് പറയുന്ന ഞാൻ, അല്ലാതെ വെറുതെ പറയുന്നല്ല. ഇതതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് പറയുന്നതാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒത്തിരി ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ മതി, അരമണിക്കൂർ. ആ സമയത്താണ് ദുആ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ആ സമയത്തും ഈ സദക്ക തരുന്ന ഓരോരുത്തർക്കും വേണ്ടി എന്റെ കണ്ണിലൂടെ കണ്ണുനീര് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നിങ്ങളുടെ ഒരു സഹോദരനാണ് ഞാൻ. ഇനി 3-ാമത്തെ ജോലി പറയട്ടെ, പെട്ടെന്ന് പറയാം. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ നടക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പ സഹോദരിമാര് പെട്ടെന്ന് വള ഊരി തന്നെ എന്റെ ഇല്ല, നടക്കൂല. എന്തിനായി വള? എന്തിനായി വള? ദുബൈയിലെ പാം ജുമൈറ ബീച്ചിൽ കടലിന്റെ അടിയിലെ ബെഡ്റൂമിൽ ഭിത്തിക്ക് പകരം ഗ്ലാസ് വെച്ച് അതിന്റെ മറുഭാഗത്ത് കടൽ തിരമാലയുടെ ഇടയിലൂടെ തെന്നി നീങ്ങുന്ന ഡോൾഫിനുകളെ ലൈവായി കണ്ടിട്ട് ദുബൈയിലെ പാം ജുമൈറ ബീച്ചിലെ കടലിന്റെ അടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ റൂമിൽ കെട്ടിപ്പിടിച്ച് കിടന്ന കാശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ആപ്പിളിന്റെ നിറമുള്ള മാദക സുന്ദരി നിന്റെ സുനന്ദ പുഷ്കർ എവിടെ? മണ്ണിന്റെ അടിയിലാണ്. അവളുടെ മാംസം ഇപ്പോ പൊടി തിന്നു തീർത്തിട്ടുണ്ട്. അവൾ ആരാ? ഏറ്റവും വലിയ ആഡംബരത്തിൽ ജീവിച്ചവൾ. അവളെവിടെ? അവരെല്ലാം ഖബറിൽ കിടക്കും. നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് ഈ മാംസമെല്ലാം പെങ്ങളെ. ഖബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് ഈ മാംസമെല്ലാം പെങ്ങളെ. ഈ പച്ചമാസം ഖബറിൽ പോകാനുള്ളതാണ്. ഈ മാംസം ഖബറിലേക്ക് പോയാൽ ദുർഗന്ധമാന ഖബർ മുഴുവൻ നാറും. നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും. ദുർഗന്ധമാന ഖബർ മുഴുവൻ നാറും. നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും. ഈ മാംസം അഴുകുമ്പോഴാണ് ഖബർ നാറാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പെട്ടെന്ന് ഞാനൊരു ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ഒരു പ്രിയപ്പെട്ട ഉമ്മ ഇവിടെ 1 ലക്ഷത്തിന്റെ ചെങ്കല്ല് പറഞ്ഞത് 2 മക്കളിൽ ഒരാൾ വിട പറഞ്ഞു പോയി. മറ്റൊരാളുടെ രോഗം മാറാനാണ്. രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? തിരമാലകൾ ആഞ്ഞെടുക്കുന്ന പരാവാരം പോലെ പരന്നു കിടക്കുന്ന കടലിന്റെ മധ്യത്തിലുള്ള കപ്പലിലൂടെ യാത്ര ചെയ്യുകയാണ് നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആൻ പറഞ്ഞതല്ലേ അഹ്മദ് കബീർ, ഖുർആൻ പറഞ്ഞത് പറയാമെന്നതാണ്. പാതിരാ സമയത്ത് ആ കടലിന്റെ നടുവിലൂടെ നടന്നു പോകുമ്പോ കടലിൽ കിടന്നിട്ട് കാറ്റും കോളും എന്നാൻ തുടങ്ങി. കപ്പൽ മറിയാൻ പോയപ്പോ ആ കപ്പലിൽ ഒരു ശൈഖ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മഹാദാ ഇത് അല്ലാഹുവിന്റെ ശിക്ഷയാണ് എന്ന് പറയാൻ കാരണം ആ സമയത്ത് കാറ്റും കോളും ഉള്ള സമയമല്ല. കടലിൽ ആ സമയത്ത് കാറ്റടിക്കാറില്ല, പേമാരി പെയ്യാറില്ല. ആ സമയത്ത് പേമാരി കാറ്റുമടിച്ചപ്പോ ആ കപ്പലിൽ ഒരു മഹാനായ മനുഷ്യൻ പറഞ്ഞു, വഹാദാ ഇത് അല്ലാഹുവിന്റെ കോപമാണ്. ഉടമയുടെ അനുമാനമില്ലാതെ ഓടി വന്ന ഒരു അടിമ നമ്മുടെ കൂടെ ഉണ്ട്. അടിമയെ പിടിച്ച് കടലിലേക്ക് എറിയുക, അത് പറയേണ്ട താമസം. നടുക്കടലിന്റെ മധ്യത്തിലാണ് സംഭവം നടക്കുന്നത്. നിരാശ വേണ്ട, പ്രത്യാശയുടെ കിരണങ്ങൾ പൂവിടട്ടെ. ബഹുമാനപ്പെട്ട യൂനുസ് നബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ ഉടമയുടെ അനുമാനമില്ലാതെ ഓടി വന്ന അടിമ ഞാനാണ്. അള്ളാന്റെ അനുമതി ഇല്ലാതെ യാത്ര ചെയ്തതാണ്. സഹോദരങ്ങളെ, കണ്ണുനീരിന്റെ പ്രയാസങ്ങളുമായി നിസ്കാരപ്പായ കുതിർന്നു കവിഞ്ഞിട്ട് കഥനത്തിന്റെ കഥാകഥനങ്ങൾ പറഞ്ഞ ദുആയ്ക്ക് വേണ്ടി ഇവിടേക്ക് എത്തിയ 6666 നീയത്താക്കി വന്ന ഓരോരുത്തരോടും അതിന് പകരം പറയും
പറയുന്നൊരു ഒരു ദിക്റാണിത്. ആ സമയത്ത് യൂനുസ് നബിയുടെ കയ്യിലും കാലിലും പിടിച്ചിട്ട് യൂനുസ് നബിയെ തിരമാലയുടെ നടുക്കടലിലോട്ട് വലിച്ചെറിഞ്ഞു. കപ്പൽ മുന്നോട്ട് നീങ്ങി. യൂനുസ് നബി എവിടെയാണ്? കടലിന്റെ മധ്യത്തിലാണ്. നീല തിമിംഗലം പാഞ്ഞു വന്നു. ആ തിമിംഗലം യൂനുസ് നബിയെ വിഴുങ്ങി. എന്നിട്ട് കടലിന്റെ ഉള്ളിലേ തുണിയിട്ട് പോയി. ഇപ്പൊ യൂനുസ് നബി എവിടെയാണ്? ഒന്ന് കടലിന്റെ ഇരുട്ട്. യൂനുസ് നബി ഏറ്റവും വലിയ ഇരുട്ടിലാണ്. ഒന്ന് കടല്, ആരുമില്ല. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. പിരിവൊക്കെ നിന്ന് ഇങ്ങോട്ട് നോക്ക്. ഇത് പിരിവൊക്കെ നിന്ന് ഇനി പിന്നെ തുടങ്ങും. ഇത് വാള്. ഒന്ന് കടലിന്റെ ഇരുട്ട്. രണ്ട് കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി. അടിത്തട്ടില്, കടലിന്റെ അടിത്തട്ടിൽ എന്താ ഇരുട്ടാണോ വെളിച്ചമാണോ? എന്ത് മനുഷ്യന്മാരങ്ങൾ എന്ത് പോയി കൊടുകാരാ? കടലിന്റെ അടുത്ത് താമസിച്ചിട്ട് പറഞ്ഞോളൂ. കടലിന്റെ അടിത്തട്ടിൽ ഇരുട്ടോ വെളിച്ചോ? പോയി നോക്കിയിട്ടില്ല. എന്തുകൊണ്ട്? പോയി നോക്കാത്ത ആളോട് ഞാൻ പറഞ്ഞുതരാം. പോയി നോക്കാത്ത ആളോട് ഇന്നേ വരെ കടലിന്റെ അടിത്തട്ടിൽ ഇരുട്ടാണോ വെളിച്ചമാണോ എന്നറിയില്ല. പോയി നോക്കിയിട്ടില്ല. എന്നാൽ 63 വയസ്സിന്റെ ഇടയിൽ ഇതേവരെ സമുദ്രത്തിലൂടെ യാത്ര ചെയ്തിട്ടില്ലാത്ത ആമിനയുടെ മുത്തുമോൻ ഓതി പറയുകയാണ്, ആഴക്കടലിന്റെ ഉള്ളിൽ ഇരുട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇപ്പൊ പോയി നോക്കാത്തവരോട് ഇന്നേ വരെ ജീവിതത്തിൽ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത ആമിനയുടെ മുത്ത്, ആദർശത്തിന്റെ സത്ത്, സഫാമലയുടെ വചന പ്രഘോഷണമേ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആഴക്കടലിൽ ഇരുട്ടാണ്. കടലിന്റെ ഇരുട്ട്, ആഴക്കടലിന്റെ ഇരുട്ട്. അതിനോടൊപ്പം തന്നെ തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ, തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ ഇരുട്ടാണോ? ഇനി അതും പോയി നോക്കണോ? തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ ഏതായാലും ആര് CFL കൊണ്ടിടൂല. തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ ഇരുട്ടാണ്. 3 ഇരുട്ട്. 3 ഇരുട്ട് രാത്രിയുടെ പ്രത്യേകതയാണ്. ഇരുട്ട്, 3 ഇരുട്ട്. ഇനി മനുഷ്യൻ രക്ഷപ്പെടുവോ? ഇല്ല. എന്നാൽ فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ഇത് ഖുർആന്റെ സമ്മാനമാണ്. ഒരിക്കലും രക്ഷപ്പെടില്ല. ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായപ്പോ ഇരുട്ടത്തിരുന്നിട്ട് യൂനുസ് നബി ദിക്ർ ചൊല്ലി. ഇരുട്ടത്തിരുന്നതല്ലി എന്ന് ഖുർആൻ. എന്തിനാ മുഹിരാരെ ഇരുട്ടത്തിരുന്നതല്ലെന്നത്? അതുകൊണ്ടാണ് മുഹീദ്ദീൻ റാത്തി പോരുമ്പോ അല്ലാഹ് വിളിക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആകുന്നത്. അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹു അല്ലാഹ്. എടാ, ഇത് നിന്റെ കേവല ചിന്തക്ക് പറ്റുകയില്ല. ഇത് നിനക്ക് പരിഹസിക്കാനുള്ളതല്ല. ഒരിക്കലും രക്ഷപ്പെടാത്ത അപകട സന്ധിയിൽ പോയപ്പോ എന്റെ യൂനുസ് ദിക്ർ പറഞ്ഞത് അല്ല എടുത്തു പറഞ്ഞു. ഇരുട്ടത്തിരുന്നിട്ടാണ് ദിക്ർ ചൊല്ലിയത്. ഓ സമയത്ത് കണ്ടനാളത്തിൽ നിന്ന് വരണം. അല്ലാഹ് 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 അല്ലാഹ്. ആ സമയത്ത് ഹൃദയത്തിലേക്ക് പടച്ചറപ്പുമായിട്ടുള്ള ബന്ധമെന്ന് വരുമ്പോ അവന്റെ ഒപ്പമായിട്ട് അടുക്കുകയാണ്. അവന്റെ ഒപ്പിലേക്ക് വിലയം പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് മുഹീദ്ദീൻ റാത്തിബിൽ ഇങ്ങനെ ഒരു ആട്ടം വന്നത്. അത് നിനക്ക് പരിഹസിക്കാനല്ല, അതിന് കേടുകൊണ്ട് തോന്നിയതാണ്. ആ ഇരുട്ടത്തിരുന്നിട്ട് കൂരിട്ടിരുന്നിട്ട് ദിക്ർ ചെയ്തു. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 40 ദിവസം ഈ ദിക്ർ ചൊല്ലി. 40ാമത് ദിവസം തിമിംഗലം ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് വന്നു. ഇത് ചരിത്രമാണ്. ഇന്നും ഈ ചരിത്രത്തിന്റെ സ്മാരകമുണ്ട്. ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവ് നഗരത്തില് കടലിലെ കുന്തി നിൽക്കുന്ന ഒരൽപ്പ സ്ഥലമുണ്ട്. അവിടേക്കാണ് യൂനുസ് നബിയെയും കൊണ്ട് തിമിംഗലം വന്നത്. ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവ് നഗരത്തില് സമുദ്രപ്രദേശത്ത് ഉന്തി നിൽക്കുന്ന ഭാഗത്തേക്ക് തിമിംഗലം വന്നു. ആ തിമിംഗലം വായ പിളർന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് യൂനുസ് നബി വെളിയിലേക്ക് വന്നു. യൂനുസ് നബി വീണ സ്ഥലത്ത് ഇപ്പോഴും ടെല്ലവീവിൽ ഒരു മസ്ജിദ് ഉണ്ട്. മസ്ജിദ് യൂനുസ്.
മസ്ജിദ് യൂനുസ് കഴിഞ്ഞ യാത്രയിൽ ഞാൻ പോയി സന്ദർശിച്ചതാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ ആ പള്ളി ഞാൻ പോയി നേരിട്ട് കണ്ടതാണ്. യൂനുസ് നബിയുടെ ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ ഇപ്പോഴും ഈ സ്മാരകമായി നിൽക്കുന്നുണ്ട് മസ്ജിദ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദരങ്ങളെ, തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിൽ നിന്ന് ആഴക്കടലിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ കഴിഞ്ഞത് രാത്രിയിലെ ദിക്റാണ്. യാ ഇലാഹി ഹർ ജഗാ തേരി അദാ കാ സാത്ത് ഹോ ശാഫിയെ ദീദാർ ഹുസ്നെ മുസ്തഫാ കാ സാത്ത് ഹോ जब पड़े मुश्किल कुशा का साथ हो शाफिए दीदार हुस्ने मुस्तफा का साथ हो या इलाही എന്റെ രക്ഷിതാവേ ജബ് പടേ മുഷ്കിൽ കുശാ കാ സാത്ത് ഹേ എപ്പോഴെനിക്ക് പ്രയാസങ്ങൾ വരുന്നു അപ്പം ഞാൻ നിന്റെ മുമ്പിലേക്ക് അടുക്കും തമ്പുരാനെ. അതുകൊണ്ട് പ്രയാസങ്ങൾ അവസാനിക്കട്ടെ. ഈ രാത്രി നമുക്ക് സഫലമാകട്ടെ. അതുകൊണ്ട് രാത്രിയിലെ മൂന്നാമത്തെ ജോലി ദിക്ർ ചൊല്ലുക. രാത്രിയിൽ ചെയ്യേണ്ട തഹജ്ജുദ് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, അതിനുശേഷം ദിക്ർ ചൊല്ലുക. രാത്രിയിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റാണ് ദുആഉൽ ഖർബ്. ലാ ഇലാഹ ഇല്ലാ അന്ത പറ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ചുരുങ്ങിയത് 41 പ്രാവശ്യം പറയണം. എന്നിട്ട് ദുആ ചെയ്യും. അല്ലാഹു പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. അപ്പൊ ഖുർആനിലെ രാത്രി സമാപിക്കാൻ പോകുന്നു. വബിൽ ലൈലി അഫലാ തഅക്കിലൂൻ. രാത്രിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത് എന്ത് ഖുർആൻ. അപ്പൊ രാത്രിയെ കുറിച്ചുള്ള ചിന്ത അവസാനിച്ചിട്ടില്ല. രാത്രിയുടെ ഖുർആനിലെ രാത്രി രണ്ടാം ഭാഗമായി ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വബിൽ ലൈലി അഫലാ തഅക്കിലൂൻ, എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്, ഇനിയാണ് നമ്മുടെ ഭാഗം. അല്ലാഹു ഖുർആനിലെ രാത്രി ഇവിടെ സമാപിക്കുന്നതിനോടൊപ്പം സമാപിക്കാത്ത എല്ലാവരും എഴുന്നേച്ചേക്ക്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഇനി എങ്ങനെ തന്നെ നിൽക്കണം. ഈ ദുആയിലാണ് നട്ടെല്ല് മുറിച്ചവൻ പിന്നെ എഴുന്നേറ്റ് നടന്നത്. ഈ സ്വലാത്തിലും ദുആയിലുമാണ് മാരകമായ ക്യാൻസറുകൾ മാറിയത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. അർഹമുർറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഈ പാതിരാ സമയത്ത് നിന്റെ ഖജനാവിന്റെ മുമ്പിൽ 1000 പ്രയാസങ്ങളും ദുഃഖങ്ങളും പേറി ഈ കൈ നീട്ടി നിൽക്കുന്ന സാധുക്കൾ നീ കൈവിടല്ലേ അല്ലാഹ്. റബ്ബേ, ഈ സമയത്ത് നിന്നോട് എന്താണ് ചോദിക്കേണ്ടതെന്നറിയില്ല. റബ്ബേ, നിന്നോട് എന്ത് പറയണമെന്നറിയില്ല. രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചാൽ എന്തും തരാമെന്ന് നീ പറഞ്ഞതാണല്ലാ. നിന്റെ വാക്കിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടല്ലാ. റബ്ബേ, നീ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല റബ്ബേ. പാതിരാ സമയത്ത് ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞ നിന്റെ ഖജനാവിന്റെ മുമ്പിൽ ഈ കൈ നീട്ടി പാപികൾ നിൽക്കുന്നു അല്ലാ. ഇതില് രോഗികളുണ്ട്, ശിഫയാക്കണേ അല്ലാ. നട്ടെല്ലിന്റെ ഭാഗം ട്യൂമർ വന്ന് മുറിച്ചു മാറ്റിയിട്ട് ഡോക്ടർ നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ഈ സദസ്സിൽ അത്ഭുതത്തിന്റെ സ്വലാത്ത് കൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ റബ്ബേ, പലവിധ രോഗം കൊണ്ട് അതേപോലെ കട്ടപ്പെടുന്ന സാധുക്കൾ ഈ സദസ്സിലുണ്ട്. വയ്യാതെ ഇവിടെ എത്തിയത് ഈ ആമീനാണ്. റബ്ബേ, നീ അവർക്ക് ശമനം നൽകണേ അല്ലാ. രോഗത്തിന് ശിഫാ നൽകണേ അല്ലാ. ക്യാൻസർ ബാധിച്ചിട്ടത് ക്യാൻസർ ആണെന്നറിയാത്ത സഹോദരങ്ങൾ പോലുമുണ്ട്. പക്ഷേ ഇത് നിനക്കറിയാം റബ്ബേ. അവരുടെ കുടുംബത്തെ നീ അനാഥമാക്കല്ലേ അല്ലാ. ഒരു കുടുംബത്തിന്റെ ഊന്നുവടിയെ വലിച്ചിട്ടിട്ട് നീ അവരെ അനാഥമാക്കല്ലേ അല്ലാ. മാരകമായ ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ശിഫ നൽകണേ റബ്ബേ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഏതു മരുന്നാണെങ്കിലും ആ മരുന്ന് നിന്റേതാണ് തമ്പുരാനെ. അത് ഭരിക്കണമെങ്കിൽ നിന്റെ കുതിരത്ത് വേണമല്ലാ.
നിന്റെ ഇറാദത്ത് വേണമല്ല. ഒരു മരുന്നിനും സാധിക്കാത്തത് സലാത്ത് കൊണ്ടും ദുആ കൊണ്ടും സദഖ കൊണ്ടും സാധിച്ചിട്ടുണ്ട് റബ്ബേ. പടച്ചവനെ, മാരകമായ ട്യൂമർ വന്നവർ, ക്യാൻസർ വന്നവർ റബ്ബേ നീ ശിഫയാക്കണേ അല്ലാ. ഒരു സഹോദരൻ, പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞത്, ഉസ്താദേ കുടുംബത്തിലൊരാൾക്ക് പെട്ടെന്ന് ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് വന്നു, ആർക്കും അറിയില്ല. റബ്ബേ നിനക്കറിയാം തമ്പുരാനെ. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റി കൊടുക്കണേ അല്ലാ, നീ മാറ്റി കൊടുക്കണേ അല്ലാ, നീ മാറ്റി കൊടുക്കണേ അല്ലാ. റബ്ബേ പടച്ചവനെ, ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഉസ്താദേ. 99% ക്യാൻസർ വന്നിട്ട് 1% മാത്രം ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ കിടന്നിട്ട് റബ്ബേ സദസ്സിൽ വന്ന് ദുആ ചെയ്യാമെന്ന ക്യാൻസർ രോഗിയുണ്ട്. ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. മരണം വരെ ഞങ്ങളിൽ ആർക്കും അങ്ങനെ ഒരു രോഗം വരുത്തല്ല റബ്ബേ. ഒരു ക്യാൻസർ രോഗിയെ കാണാൻ പോയപ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഭിത്തിയിൽ തലതല്ലി കരയുകയാണ്. വാരിയെല്ലിന്റെ ഇടയിൽ ക്യാൻസർ വന്നിട്ട് മോനെ ദുആ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഉസ്താദേ വേദന സഹിക്കാൻ കഴിയുന്നില്ല. വേദന വരുമ്പോ കയ്യിൽ മൂർച്ചയുള്ളൊരു പിച്ചാത്ത് കിട്ടിയാല് വാരിയെല്ല് കുത്തി തുരന്നിട്ടതങ്ങട് എടുത്തു കളയാ തോന്നും ഉസ്താദേ. ആ രീതിയിലുള്ള വേദനയാണ്. ഈ വേദന എന്ന് തീരും, എനിക്കും മരിച്ചാ മതി എന്ന് പറഞ്ഞ് കയ്യിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ചെറുപ്പക്കാരൻ 20 വയസ്സേ ഉള്ളൂ. സബ്ബേ ആ കുഞ്ഞ് മരിച്ചു. നീ കാണാൻ പോയപ്പോ കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദെ 20 വയസ്സിന്റെ ഇടയിൽ ഞാൻ ഒരു ഹറാമ് ചെയ്തിട്ടില്ല, ഒരു നിസ്കാരം കളാക്കിയിട്ടില്ല, എന്നിട്ടും റബ്ബെനിക്ക് പരീക്ഷണമായിട്ട് ഇത് തന്നു, എനിക്ക് പ്രയാസമില്ല. പക്ഷെ ഉസ്താദിന്റെ വാള് കേട്ടിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോന്ന് ചോദിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, ഞാൻ മരിച്ചാൽ ഉസ്താദ് സർവ്വസദസ്സിലും എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടിയാൽ ദുആ ചെയ്താ മതി. റബ്ബേ ആ കുഞ്ഞിന്ന് പള്ളിക്കാട്ടിലെ കബറിന്റെ ഉള്ളിലാണ്, നീ ഷഹീദിന്റെ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന്റെ കബറിടം നീ സ്വർഗ പൂങ്കനിയാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഭാര്യക്ക് നീ ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവസാനത്തെ കുളിയും കുളിപ്പിച്ച് കയ്യിൽ പിടിച്ച് സലാം പറഞ്ഞു ഖുർആന്റെ ആയത്ത് മോദി പുഞ്ചിരിച്ചുകൊണ്ട് വിട പറഞ്ഞു പോയ തന്റെ ഭർത്താവിനെ നാളെ സ്വർഗത്തിന്റെ വാതിലിൽ കണ്ടുമുട്ടി. ഇനി സ്വർഗത്തിന്റെ കാലാകാല ജീവിതത്തിൽ മക്കളോടൊത്ത് കുടുംബത്തോടൊത്ത് നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ.